Students, listen here. Example 6. A temple bell weighing 300 Newton is hung by using two ropes, PR and PQ. The rope PR is tied to a hook fixed to a pillar and the rope PQ is tied to a hook fixed to a roof beam as shown in figure. Find the magnitude of the forces in the two ropes. Solution. Applying Lami's theorem, we get 300 yen by sine 80 degrees is equal to F suffix PR by sine 150 degrees, which is equal to F suffix PQ by sine 130 degrees. FPR is equal to 300 yen cross sine 150 degrees by sine 80 degrees, which is equal to 152.3 N. And thus we get magnitude of the force in the rope PR is equal to... Shit. And is the final measurement of the rope... Vinu? Hey, Vinu! Shit, man. കാശ് കാശ് ഇതിനു വേണ്ടിയില്ല എല്ലാം ഇതിനു വേണ്ടിയില്ല എല്ലാം. ശിവാനന്ദം അണ്ണൻ വന്നിട്ടുണ്ട്, പുറത്തേക്ക് വാ. ഹലോ, ഒന്ന് മാറിയേ, ഒന്ന് മാറിയേ. നമസ്കാരം സർ, എന്താ പ്രശ്നം? നാട്ടിലുള്ളവരെയൊക്കെ പറ്റിച്ച് പണം വാങ്ങിച്ചിട്ട് ഇപ്പൊ അവസാനം ജെട്ടി കമ്പനിയും പൂട്ടി അവൻ വീട്ടിനകത്ത് അടയിരിക്കും. ഒന്ന് അടങ്ങിയിരിക്കൂ, ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് പെട്ടെന്ന് ഗേറ്റ് തുറക്കണം. ഇപ്പൊ തന്നെ തുറക്കാം. ശിവാനന്ദ അകത്തുണ്ടോ? അകത്തുണ്ട് സർ. മാഡം, ഇത്രയും ആൾക്കാരെ പുറത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കണല്ലോ, അയാൾ അകത്തിരിക്കുന്നത് ശരിയാണോ? ഞങ്ങളും പ്രയത്നിച്ചോണ്ടായിരിക്കുന്നത് സർ. സാർ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ പറയാം. പെട്ടെന്ന് വേണം. അങ്ങോട്ട് ചെന്ന് സംസാരിക്കൂ. പറയണം സർ. എന്താ ശിവാനന്ദം, നാട്ടുകാരെ കാശും മേടിച്ചുകൊണ്ട് ഫൈനാൻസ് കമ്പനി തുടങ്ങി, ഇപ്പൊ പാർട്ട്ണർ ഓടിപ്പോയി നഷ്ടത്തിലായി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റും? പുറത്ത് ജനക്കൂട്ടം കണ്ടല്ലോ, ഇവർക്കൊക്കെ എന്ത് സമാധാനം പറയും നിങ്ങള്? സത്യമായിട്ട് എന്റെ തെറ്റല്ലേ സർ, കൂടെ നിന്നവനെ ഞാൻ വിശ്വസിച്ചു, അവനെങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ലേ സർ. സാർ അകത്തേക്ക് വരണം, നമുക്ക് എന്ത് സംസാരിക്കാം. അകത്തേക്ക് വന്നാൽ മാത്രം എടുത്തെങ്കിൽ തരുമോ? അത് എന്തുവാണെങ്കിൽ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറ. നിങ്ങൾ മനസ്സിലാക്കണം ശിവാനന്ദം, ഞാൻ പറയുന്ന മാറി കേട്ടോളൂ. ഈ വീടിനെ കൗൺസിലിന്റെ പേരിൽ എഴുതി കൊടുക്കണം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. സർ, അത് പിന്നെ സാർ,
ഈ വീടിന്റെ വാല്യൂനെ കുറിച്ച് അറിയാതെ സംസാരിക്കില്ല സർ. ഗവൺമെന്റ് വാല്യൂ തന്നെ 1.5 കോടിയുണ്ട്. അതെ, സർ. അദ്ദേഹം വെറും 50 ലക്ഷത്തിനാ ചോദിക്കുന്നത്. എങ്ങനെ കൊടുക്കാൻ പറ്റും സർ? അതെ, ഞങ്ങളും കഷ്ടപ്പെട്ടാണ് ഫൈനാൻസ് കമ്പനിയിൽ പണം ഇട്ടത്. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം വേണം. കേട്ടില്ലേ? ഇതിന് മറുപടി പറ ആദ്യം. സർ, ഞങ്ങൾ ആരും ചതിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലേ സർ. കുറച്ച് അവകാശം തരണം സർ. ഇപ്പൊ തന്നെ ഒരുപാട് സമയം ആയിക്കഴിഞ്ഞു. കംപ്ലൈന്റ് തന്നവരെല്ലാം എന്നോടാണ് ചോദ്യം ചോദിക്കുന്നത്. നിയമം അനുസരിച്ച് ഞാൻ നടപടിയെടുത്താൽ വീട് ജപ്തി ചെയ്യേണ്ടി വരും. സർ, എത്രയും പെട്ടെന്ന് ഞാൻ എല്ലാവർക്കും കാശ് സെറ്റിൽ ചെയ്തോളാം സർ. ഉടൻ തന്നെ തരാന്നാ നീ പറയുന്നത്. എന്നിട്ട് നിന്റെ അച്ഛൻ 2 വർഷമായിട്ട് ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുക. ഇനി നിനക്കും പറ്റിക്കാന്നാണോ? സർ, വരുന്ന തിങ്കളാഴ്ച എല്ലാ കാശും ഞാൻ സെറ്റിൽ ചെയ്തോളാം സർ. അത് മതിയോ സർ? ശിവാനന്ദം, തിങ്കളാഴ്ച ഇവരുടെ പണമൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കണ്ടോളാം. സാറ് വരണം. ഇവന്മാരൊക്കെ ആ, എല്ലാരും വരൂ. പോകാം. അച്ഛാ, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ അച്ഛാ. എല്ലാം ശരിയാവും അച്ഛാ. അച്ഛൻ വിഷമിക്കണ്ട. എല്ലാരും വരൂ. ശിവാനന്ദത്തിന്റെ മോനല്ലേ? അതെ. ഞങ്ങളൊക്കെ നിങ്ങളുടെ ഫൈനാൻസ് കമ്പനിയിൽ പണം ഇട്ടവരാ. രാവിലെ വീട്ടിൽ വന്നവരോടൊക്കെ നിങ്ങൾ തിങ്കളാഴ്ച പണം തരുമെന്നല്ലേ പറഞ്ഞത്? അവർക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങളെ അങ്ങ് പറ്റിക്കാന്നാണോ? ഞങ്ങൾ ആരും അങ്ങനെയൊന്നും പറ്റിക്കുന്നില്ല. നിങ്ങളുടെ കാശ് എത്രയും പെട്ടെന്ന് എത്തിയേക്കും. ദയവായി ഓഫീസിൽ വരരുത്. അതെ, ഞങ്ങൾ പറയുന്നത് കേക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള പണത്തിന്റെ കണക്ക് ഇതിനകത്തുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച ഞങ്ങളുടെ പണവും കൂടി തിരിച്ചങ്ങ് തരണം. മനസ്സിലായല്ലോ? ആ, വാ പോവാം. അല്ലല്ല, ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല. തിങ്കളാഴ്ച അങ്ങ് തന്നാ മതി. ആ, വാ എല്ലാരും വാ. ഹായ്. ഹായ്. ഒരു മിനിറ്റ് സർ, നിങ്ങൾ വന്ന ഉടനെ MD കാണാൻ പറഞ്ഞിരുന്നു. സാറ് വന്നോ? വന്നിട്ടുണ്ട്. മിസ്റ്റർ മുരുകൻ, നിങ്ങൾക്ക് പേഴ്സണൽ പ്രോബ്ലം കുറെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. എനിക്കറിയേണ്ട കാര്യമില്ല. കുറെ ഇൻവെസ്റ്റ് ചെയ്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഇപ്പോഴാണ് അത് എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നാൽ എല്ലാം സ്പോയിൽ ആകും. സാർ, ഞാൻ രാവിലെ തന്നെ വീട്ടിൽ വെച്ച് സംസാരിച്ചു സാർ. അവരെന്തിനാ ഓഫീസിൽ വന്നതെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. ഇതുപോലത്തെ സംഭവം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം സാർ. വർക്കിംഗ് അവേഴ്സില് ഇങ്ങനെ കുറെ ആളുകൾ ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞങ്ങൾക്കത് മോശമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കടങ്ങളൊക്കെ അടച്ചു തീർത്തിട്ട് ഇനി ജോലിക്ക് വന്നാൽ മതി. സാർ, ഇപ്പൊ ഞാൻ വളരെ കഷ്ടത്തില്ല സാർ. ഈ സമയത്ത് എനിക്ക് ജോലി ഇല്ലെങ്കിൽ സാർ, പ്ലീസ് സാർ. മിസ്റ്റർ മുരുകൻ, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളല്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടാ മുരുക, നിനക്കത് എന്തു പറ്റി? ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നെ? നിന്നെ എവിടേക്കാ തിരക്കിയെന്നറിയാമോ? ഞാൻ ഓഫീസിൽ പോയിരുന്നു. ലീന എന്നോട് എല്ലാം പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചീനു. ഇനി ഒരാഴ്ചയിൽ കാശ് റെഡിയാക്കണം. വീട്ടിലേക്കാ പോകണമെന്ന് വിചാരിച്ചേ. സുമി കാണുമെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. എടാ, നിന്റെ അമ്മായപ്പനോടും അമ്മായിമ്മയോടും പറഞ്ഞ 50 ലക്ഷം റെഡിയാക്കാൻ പറ്റില്ലേ? ഡാ, ഞങ്ങളുടെ ലവ് മാറ്റർ അവള് വീട്ടിൽ പറഞ്ഞോലെന്ന് എനിക്ക് അറിയില്ല. അപ്പോഴാണ് ഒരു 50 ലക്ഷം പറഞ്ഞു. എടാ, നീ വേണമെങ്കിൽ നോക്കിക്കോ. അവളുടെ തന്ത്രോടെ വരും, നിനക്ക് 50 ലക്ഷം രൂപ തരും ചെയ്യും. അപ്പം നിനക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ശരിയാണെന്ന്. അതൊക്കെ പോട്ടെ. ആ കുട്ടി വന്നാലേ അവൾക്കൊരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊടുക്ക്. അവളൊന്ന് കൂളാകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു അരമണിക്കൂറിൽ വന്നേക്കാം. എന്നാ പിടിച്ചോ, ഒരു 100 രൂപ. പിടിക്കുന്നേ. പിടിക്കടേ, ഞാൻ വരുന്നു. അച്ഛാ, പ്ലീസ് അച്ഛാ, ഞാൻ പറയുന്നത് കേക്ക് അച്ഛാ. സാർ, ഞാൻ സുമിതയുടെ അച്ഛനാണ്. നമസ്കാരം സാർ. ഇരിക്കെ. എനിക്ക് നിന്നോട് സംസാരിക്കണം. പറയൂ സാർ. നിന്നെക്കുറിച്ച് എൻ്റെ മോള് എന്നോടെല്ലാം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അതെ സാർ. നിന്റെ പ്രശ്നങ്ങൾ കാരണം എൻ്റെ മോളുടെ ജീവിതം നശിക്കരുത്. ഒരു പെൺകുട്ടിയുടെ അച്ഛനെ എപ്പോഴും തൻ്റെ മോളുടെ ജീവിതത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്ത. ഞാനൊരു മാസശമ്പളക്കാരനാണ്. എന്നിട്ടും എൻ്റെ മക്കൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ലോണും PF ഒക്കെയായി ഒരു വീടും ഞാൻ പണിതുയർത്തി. എന്നെക്കൊണ്ട് തൽക്കാലത്തേക്ക് നിന്നെ സഹായിക്കാനാവില്ല. എൻ്റെ മോള് നിന്നെ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് നിന്നോട് ഞാനിതൊക്കെ നേരിട്ട് വന്ന് പറയുന്നത്. ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ മോളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. നീയും മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു.
വാ മോളെ. സുമി, നീയും നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്തോ? നിനക്കറിയോ, എനിക്കുള്ള ഇത്രയും പ്രശ്നത്തിലും നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷമെങ്കിലും കിട്ടുന്നത്. ഇപ്പൊ പറ, എനിക്ക് 1000 കഷ്ടങ്ങളുണ്ടായാലും എൻ്റെ കൂടെ നിനക്ക് സന്തോഷത്തോടെ കഴിയാം. എൻ്റെ കൂടെ വരുമെന്ന്. സുമിത, അങ്ങൊന്നേ നമസ്കാരം. ആ വരണം ശങ്കരൻകുട്ടി. അങ്ങൊന്നേ എല്ലാരെയും പോലെ ഈ വീടിന്റെ മുമ്പിൽ വന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് ഞാനും എന്റെ മോളെ കൂട്ടി ഒറ്റയ്ക്ക് വന്നത്. ഈ വരുന്ന ഞായറാഴ്ച ഇവളുടെ കല്യാണമാണ്. എന്റെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ശങ്കരൻകുട്ടി, നിന്റെ കാശ് എന്തായാലും നിനക്ക് തിരിച്ചു കിട്ടും. അങ്ങൊന്നേ കുറച്ചു ദിവസം മുമ്പെങ്കിലും ലഭിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കായിരുന്നു. അമ്മയില്ലാതെ വളർന്ന പെണ്ണാ. ഒരു കുറവും ഇല്ലാതെ ഇവളെ കെട്ടിച്ചയക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ, നീ ധൈര്യമായി പോയിട്ട് വാ. അങ്ങൊന്നേ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. തീർച്ചയായും കാശ് കിട്ടും ശങ്കരൻകുട്ടി. വരട്ടെ അങ്ങൊന്നേ. നീ ചെല്ലു മോളെ, ഞാൻ വരാം. അങ്ങൊന്നേ വരുന്ന ശനിയാഴ്ചക്കുള്ളിൽ എനിക്ക് പണം ലഭിച്ചില്ലെങ്കിൽ ഞാനും എന്റെ മകളും കെട്ടിത്തൂങ്ങേണ്ടി വരും. വേണ്ടതുപോലെ ചെയ്യണേ. വരട്ടെ അങ്ങനെ. ആ പറച്ചാ. നീ ഇപ്പൊ എവിടെയാണ്? ഓഫീസിലാണോ? അല്ലച്ചാ, ഞാനിന്ന് ഓഫീസിൽ പോയില്ല. പുറത്താള്ള ഞാൻ. എന്താ കാര്യം പറച്ചാ? പരിസരത്ത് ആരെങ്കിലും ഉണ്ടോടാ? ആരുമില്ല, തനിച്ചാള. അച്ഛൻ പറ. ഒന്നില്ല, ഒരു 15 ദിവസത്തിന് മുമ്പ് മകളുടെ കല്യാണക്കാരെ ഏർപ്പാട് ചെയ്യണം. കാശ് വേണമെന്ന് പറഞ്ഞു പോയല്ലോ നമ്മുടെ ശങ്കരൻകുട്ടി. മോനെ, നമ്മുടെ നീലിമല അടുത്തുള്ള ആളെ നിനക്ക് ഓർമ്മയുണ്ടോ? അതെ അച്ഛാ, പറ അച്ഛാ. ഇപ്പോഴാണ് അയാൾ വന്നിട്ട് പോയത്. മകളും ഒപ്പം ഉണ്ടായിരുന്നു. വരുന്ന ഞായറാഴ്ച അവളുടെ കല്യാണമാണത്രേ. ഒന്നും ഇതുവരെ ഏർപ്പാടായിട്ടില്ലത്തെ. നിങ്ങൾ തന്നാലേ കല്യാണം നടക്കൂ എന്ന് പറഞ്ഞു. ഒരുപാട് വിഷമിച്ചാ പോയത്. അദ്ദേഹത്തിൻ്റെ പൈസയെങ്കിലും ശനിയാഴ്ചനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും മോനെ. അദ്ദേഹത്തിന് കാശ് കൊടുക്കാൻ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാച്ചാ. മുരുക, നീ ഒരു കാര്യം ചെയ്യാമോ? വരുന്ന വഴിക്ക് നമ്മുടെ ഷൺമുഖത്തിനൊന്ന് കണ്ടിട്ട് വാ. അച്ഛനെന്താ തലയ്ക്ക് വട്ടുപിടിച്ചോ? അയാൾ കാരണം ഇത്രയും പ്രശ്നം. എല്ലാ കാശും പറ്റിച്ച് നമ്മുടെ കുടുംബത്തിന് തന്നെ നടുത്തെരുവിലാക്കിയ അയാള്. അയാളെടുത്ത് പോയി. അതുകൊണ്ടല്ല മോനെ, അടിച്ചു മാറ്റിയെങ്കിലും അവൻ നമുക്കൊരു 13 ലക്ഷം ബാക്കി തരാനുണ്ടല്ലോ. അവന്റെ കണക്ക് പ്രകാരമെങ്കിലും ചോദിക്കാതിരിക്കുന്നതിനേക്കാളും ചോദിച്ച് കിട്ടിയില്ലെങ്കിലും വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മോനെ. ശങ്കരൻകുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മകളുടെ കണ്ണീര് കണ്ടപ്പോൾ മനസ്സിന് ഒരുപാട് വിഷമം തോന്നി മോനെ. കാശ് കിട്ടിയില്ലെങ്കിൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാതെ വേറെ ഒരു വഴിയില്ലെന്ന് പറഞ്ഞാണ് അവര്. ഞാൻ മാനസികമായി തളർന്നു പോയി മുരുക. ശരി അച്ഛാ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഭഗവാനെ, ഭഗവാനെ, അവൻ എങ്ങനെയെങ്കിലും കാശ് തരണം. ഷൺമുഖം സാറുണ്ടോ? ആ, നിങ്ങളാരാ? ഞാൻ ശിവാനന്ദന്റെ മകൻ മുരുകൻ. ആ, ശിവാനന്ദനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെ കണ്ടിട്ടില്ല. ആ, വരൂ അകത്ത്. അകത്തേക്ക് വരുമോ? ഇതിനകത്താണ്. ആ, നേരെ പോക്കോളൂ. ആ, നിങ്ങളാരാ? ഷൺമുഖം സാറിന്റെ. ആ, മോളിലുണ്ട്. ഇപ്പൊ വരും കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമസ്കാരം സാർ. ആരാടോ? നീ ഇത് ചോദിച്ചില്ലെങ്കിൽ അതിശയം.
ശിവാനന്ദന്റെ മകൻ മുരുകൻ. ഓ, അവന്റെ മകനാണോ? എന്താ കാര്യം? അച്ഛൻ നിങ്ങളെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. എന്തിനെ? നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഒരു 10 ലക്ഷം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. കൊച്ചു പൈനാന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. ചായ കുടിക്കാൻ 10 ഉറുപ്പ്യ വേണമെന്ന് ചോദിച്ച മാതിരിയാണല്ലോ. നിന്റെ അപ്പൻ നന്നാവത്തില്ലടാ. നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് എനിക്ക് കാശ് കിട്ടും വിളിക്കും ഞാൻ ചക്രശ്വാസം വിളിച്ചോടാ മോനെ. എന്നിട്ടാണ് നീ ഇപ്പോ പോരാഞ്ചിട്ട് 10 ലക്ഷം. എടാ, ഞാനേ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത്. ആരുടെ കാശ് ആര് പറ്റിച്ചു നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. എനിക്കും അറിയാം. എല്ലാ കാര്യം എന്റെ അച്ഛൻ പറഞ്ഞു. എടാ, നീ എന്താ പറഞ്ഞത്? കൊച്ചു പയ്യന് വെച്ചാ നീ വല്ലാതെ സംസാരിക്കാണല്ലോ. നീ എന്താ പറഞ്ഞത്? നിന്റെ അപ്പൻ എവിടെ കാശ് വിട്ടു, എങ്ങനെ കാശ് വിട്ടു എന്ന് നിന്റെ അപ്പനോട് നിന്ന് ചോദിക്കടാ, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത്. അവൻ വെള്ളടിച്ച് കുതിരപ്പുറത്ത് കാശ് കിട്ടാൻ ഞാനിതൊന്നും ചെയ്യും. സാർ, നിങ്ങൾ തരാനുള്ള കാശ് ചോദിക്കാനാണ് ഞാൻ വന്നത്. കാശുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അനാവശ്യം എന്റെ അച്ഛനെതിരെ വലിച്ചാലുണ്ടല്ലോ പിന്നെ ഞാൻ വെറുതെ എന്തോന്ന് ചെയ്യും? എടുക്കടാ കയ്യ്. കാശ് ചോദിക്കാൻ വന്നിരിക്കുന്നു. കിടന്ന് പോടാ. സെക്യൂരിറ്റി ഇങ്ങോട്ട് വാ. ആരുടെ പിന്നെ അകത്ത് വിട്ടത്? ഇറങ്ങി പോവാൻ പറഞ്ഞ. കിടന്ന് പോടാ. പോവാനാ പറഞ്ഞത്. മോനെ ഇങ്ങ് വന്നേ. നീ മനുഷ്യനാണോ? ഇങ്ങോട്ട് വാന്നേ. വരാനല്ലേ പറഞ്ഞത്? കാശ് വേണത്രേ, കാശ്. വാ മോനെ, ഇങ്ങ് വാ മോനെ, പറയട്ടെ. എന്തുവാണേലും നിന്റെ അച്ഛനോട് ഒന്ന് സംസാരിക്കാൻ പറ. നീ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ? ശരി, കരയല്ലേ? ചെല്ലു മോനെ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞങ്ങളൊക്കെ മറന്നുപോയി അച്ഛൻ. വേണ്ട, ഞാനീ ജീവിക്കാൻ പാടില്ല. എന്നെ കൊണ്ടല്ല ഇത്രയും പ്രശ്നങ്ങൾ. ഇതോടെ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. വിട്ടേക്കല്ലേ? അങ്ങനെയൊന്നും പറയില്ല അച്ഛാ. അച്ഛന്റെ മകനോട് പോലും വിശ്വാസമല്ലേ? എന്താണ് മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുന്നത്? ലക്ഷമായി സമ്പാദിച്ച എന്നെ പോലെ വിശ്വസിക്കുന്നില്ല. 50 ലക്ഷം ഉറുപ്പിയാണ്. എങ്ങനെ പറ്റൂ അച്ഛാ? മുസ്തഫ എന്റെ കൂടെ ചെറുപ്പത്തിൽ പഠിച്ചവനാ. അവൻ കൊച്ചിയില് വലിയ ഫിനാൻസറാ. അവനടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവൻ തരൂ അച്ഛാ. അച്ഛൻ ഇതുപോലെ ഒന്നും ഇനി ചെയ്യരുത് അച്ഛാ. ആരും വിശ്വസിക്കണ്ട. ആരും വിശ്വസിക്കണ്ട. എന്നെ വിട് അച്ഛാ. അച്ഛന് ഞാനുണ്ട് അച്ഛാ. അച്ഛൻ അകത്തേക്ക് വാ. എന്റെ കൂടെ അകത്ത് വാ അച്ഛാ. അച്ഛന് ഞാനുണ്ട്. എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛൻ അകത്ത് വാ. അകത്ത് വാ അച്ഛാ. ഓട്ടോ. കൈയെഴുത്ത് വാങ്ങിച്ചിട്ട് കൊടുക്ക. നന്ദി ചേട്ടാ. വാ. എന്നാ ഇതിലൊരു കയ്യൊപ്പിട്. ആ, പലിശയൊക്കെ കറക്റ്റായിട്ട് തരുമല്ലോ അല്ലേ? തീർച്ചയായും ചേട്ടാ. കൊടുത്തേക്കട്ടെ. ആ, കൊടുക്ക. വരട്ടെ ചേട്ടാ. ഹായ്, എന്താ മുരുക പെട്ടെന്ന്? സുഖാണോ? എന്താ കാര്യം? ഞാൻ ഫോണിൽ പറഞ്ഞില്ല മുസ്തഫ. വീട്ടിൽ പോയി നീ ഇവിടെയുള്ളെന്ന് പറഞ്ഞു. നാട്ടില് പ്രശ്നം കുറച്ചധികമായി മുസ്തഫ. വരുന്ന തിങ്കളാഴ്ച ഞാൻ എല്ലാവർക്കും കാശ് സെറ്റിൽ ചെയ്യണം. ഞാൻ തരാന്നല്ലേ പറഞ്ഞത്? അർജന്റായി 10 ലക്ഷം നാളെ തന്നെ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കിയേ. ഉണ്ടായിരുന്ന പണമൊക്കെ ഇപ്പൊ എല്ലാം എടുത്ത് കൊടുത്തത്. ശരി മുരുക, ഒരു 4 മണിക്ക് എന്നെ വിളിക്ക. ആ 10 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം. വളരെ നന്ദിയുണ്ട് മുസ്തഫ. താങ്ക്സ് എടാ. എന്നാ ഞാൻ ഈവനിങ് 4 മണിക്ക് ഞാൻ വിളിക്കാം. ശരി. അപ്പൊ ശരി, വളരെ താങ്ക്സ്. ശരി. ഹലോ മുരുക. ആ, കണ്ടോ അമ്മ? മുസ്തഫ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാന്ന് പറഞ്ഞു. ശരി മോനെ, സൂക്ഷിക്കണേ.
മുരുകനാ വിളിക്കുന്നത്. അവനോട് തെളിച്ചങ്ങ് പറഞ്ഞേരും മുസ്തഫ. നമ്മുടെ നാട്ടിലെ കഥയൊന്നും അവനറിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറ്റിപ്പുറം പോയിട്ട് വന്നത്. മുരുകന്റെ അടുത്ത് നിനക്ക് അത്ര ഈസി ആയിട്ട് കിട്ടില്ല. കൗൺസിലർ കൃഷ്ണനില്ലേ, അവന്റെ വീട് വാങ്ങാൻ വേണ്ടി നോക്കി നിൽക്കുകയാണെന്ന്. നിനക്ക് എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? ദേ നോക്ക് മുസ്തഫ, ഇനി അവൻ ഒരിക്കൽ കൂടി വിളിച്ചാൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അവനോട് പറയണം, ഇതൊക്കെ വെച്ചോണ്ടിരിക്കരുത്, നീ ചീട്ടിട് മുസ്തഫ. ഓ, അവൻ തന്നെ ആയിരിക്കും. അതെ, അവൻ തന്നെ. സാധിക്കില്ലെന്ന് പറ മുസ്തഫ. 10 ലക്ഷം രൂപ ഉടൻ തന്നെ വേണമെന്നാ പറഞ്ഞത്. ഞാനും തരാന്നങ്ങ് പറഞ്ഞു. ധർമ്മം ചെയ്ത പോലെ കരുത്. അവന്റെ വീട് മനസ്സിൽ കണ്ടു കൊടുക്കണ്ട. എന്താ കളിയാക്കുകയാണോ? പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളാ ഞാൻ. ചുമ്മാ കാശെടുത്ത് കൊടുക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല. അവന്റെ വീട് സെൻട്രൽ പ്ലേസിലാണ്. അതെങ്ങനെങ്കിലും വാങ്ങിയെടുക്കാനാ പണം കൊടുക്കാന്ന് വിചാരിച്ചു. അവൻ എന്റെ കൂട്ടുകാരനായിപ്പോയി. എന്ത് ചെയ്യാനാ? പറയാൻ ബുദ്ധിമുട്ടെങ്കിൽ ഒരു SMS ചെയ്യടേ. അല്ലാതെ പിന്നെ. വൈകുന്നേരം ഫോൺ ചെയ്തിട്ട് കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞവൻ ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. ഇത്രയും വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈവിംഗിലായിരിക്കൂ. I cannot help you. Please excuse me, Mustafa. അൺനോൺ നമ്പർ. ഹലോ ഹലോ മുസ്തഫ, ഇത് ഞാനാ മുരുകൻ. എന്താടാ നീ ഇങ്ങനെ ചെയ്തേ? നിന്നെ വിശ്വസിച്ചില്ലടാ ഞാൻ വന്ന്. വൈകുന്നേരം എങ്ങനെയെങ്കിലും കാശ് തരാന്നല്ല നീ പറഞ്ഞ്. അമ്മയുടെ അടുത്ത് ഞാൻ കാശ് കിട്ടുന്നു പറഞ്ഞു പോയി. ഹലോ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട മുസ്തഫ. നീ അയച്ച മെസ്സേജ് കണ്ട് ഞാൻ ഭയങ്കര അപ്സെറ്റായി. ഇല്ലാന്ന് പറയാതെ ആ 10 ലക്ഷമെങ്കിലും താ മുസ്തഫ. ആ 10 ലക്ഷത്തിലെ ഒരു പെണ്ണിന്റെ ജീവിതം തന്നെ ഉള്ളത്. ആ കാശ് ഞാൻ കൊടുത്തില്ലെങ്കിൽ അവർ സൂസൈഡ് ചെയ്തേക്കും മുസ്തഫ. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന പാർട്ണർ അവൻ എല്ലാരെയും പറ്റിച്ചു. അതുകൊണ്ട് 50 ലക്ഷം രൂപ കടനായി പോയി. ഞങ്ങളുടെ വീട് തീർച്ചയായിട്ടും 1.5 കോടിക്ക് വിൽക്കാൻ പറ്റും. ഞാൻ വെറും 10 ലക്ഷമല്ലേ ചോദിക്കുന്നുള്ളൂ. നീ എനിക്ക് സഹായിക്കുകയാണെങ്കിൽ നാട്ടിൽ പോയി ഞാൻ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിനക്ക് തരാം. എന്തായാലും വീട് വെക്കണം. ദയവായി എന്നെ സഹായിക്കണം മുസ്തഫ. ഇപ്പൊ നീ എവിടെയാളെ? ഞാൻ അവിടെ വന്ന് നിന്നെ കാണാം മുസ്തഫ. ആ, കടവന്തരയിലോ? ഞാനിപ്പോ കടവന്തറയിലൊന്നും അല്ല. ഞാൻ കാക്കനാടാ ഉള്ളത്. പക്ഷേ ഞാൻ മുസ്തഫ അല്ല. റോങ് നമ്പറാണ്. അയ്യോ, ഹലോ മുസ്തഫ. ഹലോ മുരുക. അതെ സാർ, നിങ്ങൾ? ഞാൻ റോങ് നമ്പർ. എന്റെ പേര് പറഞ്ഞിട്ട് റോങ് നമ്പർ എന്ന് പറയുന്നു. കറക്റ്റ്. നീ കുറച്ചു നേരം മുമ്പ് വിളിച്ചില്ലായിരുന്നോ? ആ റോങ് നമ്പറാണ് ഞാൻ. പക്ഷെ ഒരു രീതിയിൽ അത് നിനക്ക് കറക്റ്റ് നമ്പറായി. ഫോൺ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് വല്ലാതെ വിഷമം തോന്നി. നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ആകാംക്ഷകൾ, നീ പറ്റിക്കപ്പെട്ടത്, നീ കേൺ അപേക്ഷിച്ചത്, നിന്റെ കഷ്ടപ്പാടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഡിസ്റ്റർബായി പോയി. അതുകൊണ്ടാണ് ഞാൻ തന്നെ നിന്നെ തിരിച്ചു വിളിച്ചത്. എന്തൊരു ഫ്രണ്ടാണ് ആ മനുഷ്യൻ. നീ വിശ്വസിച്ചിരുന്നിട്ടും അവൻ നിന്നെ പറ്റിച്ചു. ആവശ്യമുള്ളപ്പോൾ പണം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് എനിക്ക് നന്നായി അറിയാം. ഇതുപോലെ തന്നെയായിരുന്നു വാങ്ങിച്ച കടങ്ങളൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റാതെ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും രണ്ടുപേരും ഒരുമിച്ച് തൂങ്ങി മരിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അന്ന് എനിക്ക് വെറും 12 വയസ്സായിരുന്നു. എനിക്ക് സഹിച്ചില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല. ശരി, ആ കഥയൊക്കെ നിന്നോട് എന്തിനാ പറയുന്നത്? ആ ദുഃഖമൊന്നും നിനക്ക് വരാൻ പാടില്ല. നിനക്ക് വേണ്ടത് പണമല്ലേ? 10 ലക്ഷം ഞാൻ തരാം നിനക്ക്. സാർ, ആരാ ഇയാള് തന്നെ പണം തരാന്ന് പറയുന്നു എന്ന് വിചാരിക്കുന്നല്ലേ? വെറുതെ ആരും പണം തരില്ല. നിനക്ക് ഏതോ വീടുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിലൊരു പ്രശ്നമുണ്ട് സാർ. എന്താ പ്രശ്നം? കടം കൊടുക്കാനുള്ളവർക്ക് 50 ലക്ഷം മാത്രം കൊടുത്തിട്ട് വീട് കൈവശമാക്കാൻ ശ്രമിക്കുകയാണ് കൗൺസിലർ. വീടിന്റെ ശരിക്കുള്ള വാല്യൂ 1.5 കോടിയാണ് സാർ. അത് വേറെ ആരെയും വാങ്ങിക്കാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്താണ് സാർ. മുരുക,
മറ്റാരെങ്കിലും വാങ്ങിച്ചാൽ മാത്രമല്ലേ അയാൾ നിന്നെ ഭയപ്പെടുത്തുള്ളൂ. മന്ത്രി തന്നെ വാങ്ങിച്ചാലോ? സാർ, നിങ്ങൾ പറയുന്നത് നീ വിഷമിക്കാതെ. സ്റ്റേറ്റ്, സെൻട്രല്, അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന പോലെ ഇഷ്ടം പോലെ മന്ത്രിമാരെനിക്കറിയാം. നിങ്ങൾ പറയുന്നത് കേട്ടാ ആ ഈശ്വരൻ തന്നെ നിങ്ങൾ അയച്ചതുപോലെ ഉണ്ട് സാർ. ഈശ്വരൻ എല്ലാരെയും സഹായിക്കും, പക്ഷെ അതിനും ഒരു സമയമുണ്ട്. റോങ് നമ്പറിൽ വിളിച്ചതുകൊണ്ട് നിനക്ക് എന്നെ കിട്ടി. ഇനി പണവും നിനക്ക് താനെ വന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പൊ നീ എവിടെയാ ഉള്ളത് അത് പറ. സാർ, ഞാൻ പള്ളുരുട്ടിയിലുള്ള ഒരു ജോൺ ലോഡ്ജിലുള്ള. നിനക്ക് ഡ്രൈവിംഗ് അറിയാലോ അല്ലേ? ആ, നന്നായിട്ട് അറിയാം സാർ. പക്ഷെ ഇപ്പൊ വരാൻ എന്റെ അടുത്ത് ബൈക്കോ കാറോ ഒന്നും ഇല്ല സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഓട്ടോയിൽ വന്നേക്കട്ടെ സാർ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് അവിടെ തന്നെ പണം കിട്ടുന്നത് പോലെ ഞാൻ ഏർപ്പാടാക്കാം. കാരണം ഞാനൊരു ബിസിനസ് മീറ്റിംഗിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. സാറിനെ ഞാൻ വിശ്വസിക്കാവോ? നിന്റെ സുഹൃത്തെ പോലെയാണ് ഞാനെന്ന് വിചാരിച്ചോ? എന്നെ വിശ്വസിക്ക്. വിശ്വസിച്ച ആൾക്കാരെ ഒരിക്കലും ഈ ശാന്താറാം കൈവിടാറില്ല. സോറി സാർ. $10 lakhs. Lucky boy. ഹലോ സാർ. മുരുക, നിനക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനായി ഒരാൾക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ ആ പണം നിന്റെ ലോഡ്ജിൽ റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത്രേ. നീ നേരെ പോയി ആ റിസപ്ഷനിൽ ചോദിച്ചാൽ മതി. ഞാനിപ്പോ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ പണം എടുത്തോണ്ട് നാട്ടിലേക്ക് പോയി ആ പെൺകുട്ടിയുടെ കല്യാണമൊക്കെ നല്ല പോലെ നടത്തിയിട്ട് വാ. ഞാൻ പിന്നീട് വീണ്ടും വിളിക്കാം. ഓൾ ദി ബെസ്റ്റ്. വളരെ നന്ദിയുണ്ട് സാർ. നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ ഓക്കെ, നീ നാട്ടിലെത്തിയതിനു ശേഷം ഫോൺ ചെയ്യാം. സാർ, 108ലേക്ക് വല്ല പാർസലും വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പേര് മുരുകനാണോ? അതെ സാർ. ഒരു പാർസൽ തന്നിട്ടുണ്ട്. താങ്ക് യു. പിടിച്ചോളൂ. താങ്ക് യു സാർ. ആ ശാന്താറാം ഈശ്വരൻ തന്നെയാ. ഈശ്വരൻ തന്നെയാ. ഉടനെ ആക്ടിവേറ്റ് ആകുമോ? അതൊക്കെ ആകും. ശരി. എന്താ മല്ലികേ, ഇന്നത്തെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? 4 സിമ്മേ പോയിട്ടുള്ളൂ. ഇതാ സാർ, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവർക്ക് നമ്പർ കൊടുക്കരുതെന്നല്ലേ? ഞാനും ചോദിക്കുന്നുണ്ട് സാർ. ഇല്ലാന്ന് പറയുന്നവരോട് ഞാൻ എന്താ പറയാ? അവര് വന്ന് കെഞ്ചുവാ. എങ്ങനെയൊക്കെ ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് കൊടുത്താൽ മതി. കാരണം ആ പ്രൂഫ് മാത്രമാണ് നമുക്ക് സേഫ്. ഓക്കെ സാർ. ഞാൻ വരട്ടെ. പ്രശ്നം അത്രേ. കാറിൽ പോകുന്നതിന് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ. സൈക്കിളിൽ പോണവനൊന്നും സംസാരിച്ചൂടെ? സൈക്കിളുകാരുടെ ലൈസൻസ് ഇല്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? എനിക്കൊന്ന് റീചാർജ് ചെയ്യണം. നമ്പർ പറയൂ. 97510 20088. എത്രയ്ക്കാണ്? 100 രൂപയ്ക്ക്. ഗായത്രി, ആ ഫോൺ എടുക്ക്. ഹലോ, ഞാൻ കൃഷ്ണനാ സംസാരിക്കുന്നത്. ശിവാനന്ദനുണ്ടോ? അദ്ദേഹം ഉറങ്ങുവാണ്. എന്നാ സാരമില്ല, നിങ്ങളോട് പറയാം. അന്ന് ഞങ്ങളെല്ലാരും വീട്ടിൽ വന്നപ്പോൾ നിന്റെ ഭർത്താവ് ഒന്നും തന്നെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ആ സ്വാമിക്ക് മാത്രം കൊടുക്കാൻ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? രാത്രി ആരും അറിയാതെ കൊടുത്താൽ ഞങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? ഞാനറിയാതെ വീട് വിൽക്കാനുള്ള പരിപാടിയാ അല്ലേ? എന്നാ കാണാലോ ആരാ വാങ്ങിക്കുന്നെന്ന്. ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്ത് നിന്റെ ഭർത്താവിനോട് നോക്കാൻ പറ. തിങ്കളാഴ്ചക്കുള്ളിൽ മൊത്തം കാശും കിട്ടിയിരിക്കണം. എല്ലാരോടും പറഞ്ഞതല്ലേ നിന്റെ മകൻ. അവനുണ്ടോ അവിടെ? അവനോടും കൂടി പറഞ്ഞേക്ക്. പണം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്റെ കുടുംബം തന്നെ ഉണ്ടാവില്ല. കുന്നംകുളം റോഡുകൾ വീതി വെപ്പിക്കാൻ സർക്കാർ തമ്മിൽ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, ഒന്നുമില്ല. എന്തു പറ്റിയ സാർ? ഒന്നുമില്ല.
നീ വായിക്ക. കുന്നംകുളം മാർച്ച് 28. കോർപ്പറേഷൻ അവകാശപ്പെട്ട മുൻഷി നഗർ, ശിവൻ എന്താ കോവിൽ ചാ? സ്ട്രീറ്റ്, എന്താ കിഴക്കേ നട. വലിയ വലിയ കടകൾക്കും ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലുള്ള റോഡുകളൊക്കെ വീതി വെപ്പിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ സ്ഥലത്തിനടുത്തുള്ള വീടുകൾ വാങ്ങാനോ വിൽക്കാനോ പാടില്ലെന്ന് റിയൽ എസ്റ്റേറ്റ് വ്യവസായി പറഞ്ഞിരിക്കുന്നു. ആ, വായിക്ക, വായിക്ക, വായിക്ക. മുരുക, ഇത് വെച്ചോണ്ടല്ലേ നീ കാശ് ശരിയാക്കാന്ന് പറഞ്ഞത്? ഇപ്പൊ കണ്ടല്ലോ, എല്ലാം പോയി കഴിഞ്ഞു. രാഷ്ട്രീയക്കാരെ എതിർത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ലടാ, ജീവിക്കാൻ പറ്റില്ല. അയ്യോ അച്ഛാ, അച്ഛൻ കരയില്ല അച്ഛാ. ഓടാ. ഞാൻ പറഞ്ഞില്ല ശാന്താറാം, അയാൾ വലിയ ആളാണ് അച്ഛാ. മന്ത്രിമാരൊക്കെ അയാളുടെ അടുത്ത സുഹൃത്തുക്കളാണ് അച്ഛാ. ഇതൊക്കെ ആ കൗൺസിലർ ആ ചെയർമാനെ കുപ്പിയിലാക്കി ചെയ്യുന്ന ഓരോരോ പണികളാണ് അച്ഛാ. ശാന്താറാമിനോട് സംസാരിച്ച് എല്ലാം ശരിയാക്കാം അച്ഛാ. അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് വിളിക്കാം. ഇവൻ എന്തൊക്കെയായി പറയണ? നിങ്ങൾ സമാധാനിക്ക്. ഹലോ ഹലോ സാർ. ഹലോ മുരുക, എന്തുണ്ട് വിശേഷങ്ങൾ? നിന്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ആയില്ലേ? ഒരു വലിയ പ്രോബ്ലം നിങ്ങൾ കാരണം ശരിയായി സാർ. പക്ഷേ എന്താണെങ്കിലും എന്നോട് പറ മുരുക. സാർ, ഞങ്ങളുടെ വീടുള്ള സ്ഥലം അകലമാക്കാൻ സർക്കാരും മുനിസിപ്പാലിറ്റിയും തീരുമാനിച്ച് ഞങ്ങളുടെ വീട് പൊളിക്കാൻ മാർക്കൊക്കെ ചെയ്തു പോയിട്ടുണ്ട് സാർ. ഇതിനെല്ലാം കാരണം ആ കൗൺസിലറാണ് സാർ. ഞങ്ങളെ ജീവിക്കാൻ പോലെ അയാൾ സമ്മതിക്കില്ല സാർ. നീ വിഷമിക്കണ്ട മുരുക, ഞാൻ മന്ത്രിനെ വിളിച്ച് നിന്റെ വീട് വിൽക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ നീ എന്നെ വന്ന് കാണ്, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാൻ എപ്പോഴാ സാർ വരണ്ടേ? ഇന്ന് തന്നെ നീ വരണം. സാർ, വരുമ്പോ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുവരട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു സെറോക്സ് എടുത്തോണ്ട് വന്നോളൂ. സാർ, വരുമ്പോ എന്റെ അച്ഛനെയും കൂട്ടി കൊണ്ടുവരട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ മാത്രം വന്നാ മതി. പിന്നെ അത് കാരണം ഡിലേ ആവരുതല്ലോ, അതുകൊണ്ടാ. ഒരു ഡിലേയും ആകാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. നീ എങ്ങ് വാ. കൊച്ചിയിൽ ഞാൻ അന്ന് വന്ന് താമസിച്ച അതേ ലോഡ്ജിൽ ഒന്ന് വിളിക്കട്ടെ സാർ? ഓക്കെ മുരുക. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് സാർ. വരണം സാർ. ഇവിടെ മുരുകൻ കുറ്റിപ്പുറത്ത് നിന്നും. നോക്കട്ടെ സാർ. മോളിലേക്ക് പോക്കോളൂ. റൂം നമ്പർ 110. Pressure now. You survive this pressure now. Take this pressure now. You survive this pressure now. Take this pressure now. You survive this pressure now. ഹലോ സാർ. സാറ് വിളിക്കാന്ന് പറഞ്ഞില്ലേ? സാറിനെ പ്രതീക്ഷ ഞാൻ റൂമിലാണ്. എങ്ങോട്ടാ ഞാൻ വരേണ്ടത്? നിന്നെ കാണാനായി ഞാൻ വന്നിരുന്നു, പക്ഷെ നീ അവിടെ ഇല്ല. ചായ കുടിക്കാൻ പോയതാ സാർ. ഒരു കോൾ ചെയ്തുകൂടായിരുന്നില്ലേ? എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങ് വന്നു. അതുവഴി വന്നപ്പോൾ നിന്നെ ഒന്ന് കയറി കണ്ടേക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഒരു പ്രശ്നവുമില്ല. നിന്റെ റൂമിന് പുറത്ത് ഒരു പൂച്ചട്ടിയില്ലേ, അതിന്റെ കീഴിൽ ഒരു കവറുണ്ട്. അതിൽ അഡ്രസ് ഉണ്ടോ സാർ? മുരുക,
ആദ്യം നീ പുറത്തേക്ക് വന്ന് ആ കവർ എടുത്ത് തിരിച്ച് റൂമിൽ വന്ന് അതൊന്ന് തുറന്നു നോക്ക്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അത് കഴിഞ്ഞ് എന്നെ വിളിക്ക്. ഓക്കെ സാർ. ഹലോ. ഹലോ സാർ. എന്താ മുരുക, കവർ എടുത്ത് നോക്കിയോ? എന്തൊക്കെയോ ഫോട്ടോസ് ഒക്കെ ഉണ്ട് സാർ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിനക്ക് മനസ്സിലാവുന്ന പോലെ പറയാം. നാളെ ആ ബാങ്കിൽ നിന്നാണ് പണം എടുക്കേണ്ടത്. ഓ, അതാണോ സാർ? ഹോട്ടലിലുള്ളവരാണോ വീട് വാങ്ങിക്കുന്നത് സാർ? അല്ല മുരുക, അയാളുടെ അടുത്താണ് പണം ഉള്ളത്. അയാളാണ് അവിടുത്തെ മാനേജർ. ആ പെൺകുട്ടിയാണ് കാഷ്യർ. നീ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോട്ടോ അവിടെ വെച്ചത്. നമ്മൾ നാളെ ആ ബാങ്ക് കൊള്ളയടിക്കാൻ പോകും. സാർ, എന്തൊക്കെയാ പറയുന്നത്? ബാങ്ക് കൊള്ളയടിക്കാനോ? അതെ മുരുക, നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഉള്ളയിടത്തുനിന്ന് എടുക്കണ്ടേ? സാർ, നിങ്ങൾ വലിയ ബിസിനസ് മാനാന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു. ഇത് തന്നെയാണ് എന്റെ ബിസിനസ്. കൊള്ളയടിക്കുന്നതോ? ഈ ബിസിനസ്സിൽ മാത്രമാണ് 100% പ്രോഫിറ്റ്. അയ്യോ വേണ്ട സാർ, എന്നെ വിട്ടേക്ക് സാർ. ടെൻഷൻ ആവല്ലേ, ഞാൻ പറയുന്നത് ഒരു നിമിഷം കേൾക്ക്. കോഴ വാങ്ങിച്ച് അധികാരത്തിലിരിക്കുന്നവർ കൊള്ളയടിക്കുന്നു. പല മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഓരോ പെർമിറ്റിനും കോടികൾ കൊള്ളയടിക്കുന്നു. ലോകത്തിലുള്ള ഏറ്റവും വലിയ പണക്കാരെല്ലാം ഗവൺമെന്റിനെ പറ്റിച്ചാണ് കൊള്ളയടിക്കുന്നത്. അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കള്ളത്തരം. നീ ഇതിന് കൂട്ടുനിന്നാൽ നിനക്ക് ആവശ്യമുള്ള പണവും കിട്ടും, എന്റെ ആഗ്രഹവും നടക്കും. എന്ത് പറയുന്നു മുരുക, നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതേ. നീ വെറുതെ എന്റെ കൂടെ വന്നാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇല്ല സാർ, ഞാൻ വരില്ല. ഞാൻ ഒരിക്കലും വരില്ല. സോറി സാർ, സോറി സോറി. സോറി. ഓട്ടോ ഓട്ടോ നിർത്ത് നിർത്ത്. പെട്ടെന്ന് പെട്ടെന്ന് പോയി. തൃശൂർ തൃശൂർ.
ഏട്ടാ കുന്നംകുളത്തിന് സീറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് തരൂ. 500 രൂപ. ഇതാ. ആ ദാ വൈകിട്ട് 3 മണിക്ക്. മല്ലികേ, നമ്മുടെ മകനൊന്ന് ഫോൺ ചെയ്യ്. ഞാൻ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാ വന്നത്. ഞാനും ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. സ്വിച്ച് ഓഫ് എന്നാ വരുന്നത്. ബാക്കി നമ്പറൊക്കെ കിട്ടുന്നുണ്ട്. ഇവന്റെ നമ്പർ മാത്രം സ്വിച്ച് ഓഫ്. എന്തിനായിരിക്കും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? ഗായത്രി, അമ്മേ, ചേട്ടന്റെ നമ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ? ഞാനും ചേട്ടനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത് സ്വിച്ച് ഓഫ് എന്ന് വരുന്നേ. ഹലോ, എങ്ങോട്ടാ പോകേണ്ടത്? കുന്നംകുളം. ആ അതിന് തന്നെ. ബസ് വന്നോ? ആ ഇപ്പൊ പുറപ്പെടും. ഈ ബസ്സാണോ? ആ ഇത് തന്നെ. എന്നാ അച്ചോ, സീറ്റ് നമ്പർ 12 കയറിയിരുന്നോ. അമ്മ. ആ പറയാമേ. ആ മുരുക, ഞാൻ അച്ഛനാടാ. ആ പറച്ചാ. എത്ര നേരം നിന്റെ ഫോണിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. സ്വിച്ച് ഓഫ് തന്നെ വന്നോണ്ടിരിക്കണ്. ഗായത്രി വിളിച്ചു നോക്കി, അവൾക്കും അത് തന്നെയാ മെസ്സേജ്. ഞങ്ങൾ എല്ലാവരും ഒരുപാട് വിഷമിച്ചു പോയി മോനെ. നീ എന്തിനാ വെറുതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? അതൊന്നുമില്ല അച്ഛാ, ഒരാളോട് സംസാരിക്കായിരുന്നു, അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച മൊബൈല്. പോയ കാര്യം എന്തായി മോനെ? പണം കിട്ടുമല്ലോ. കാശ് എത്രയും പെട്ടെന്ന് കിട്ടും അച്ഛാ. അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിരിക്കും. ശരി മോനെ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം ശരിയായി തന്നെ നടക്കും. ഒരു മിനിറ്റ്, ഞാൻ അമ്മയുടെ അടുത്ത് കൊടുക്കാം. മുരുകനാണ്. പണം ശരിയാകുന്ന പറഞ്ഞത്. ഹലോ. ആ പറയുമേ. മുരുക, ഇപ്പൊ അമ്മ തനിച്ച മോനെ. പറഞ്ഞേ, എന്നോട് നീ ഒരിക്കലും നുണ പറയില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ആ വിശ്വാസം കൊണ്ട് ചോദിക്കുക. തുറന്നു പറ മോനെ, ആ പണം നമുക്ക് കിട്ടുമോ? ഇല്ലെങ്കിൽ പണം കൊടുക്കാൻ സാധിക്കില്ലെന്ന് കുടുംബത്തോടെ സൂസൈഡ് ചെയ്ത് തിങ്കളാഴ്ച നേരം വിളിക്കുമ്പോ ഒരൊറ്റ വാക്കിൽ എല്ലാം അങ്ങ് തീരും. നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി ജീവിച്ചോ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ഒന്നുമില്ല. ആ ആദ്യം ഫോൺ വയ്ക്ക്. നീ ഒന്നും ചെയ്യണ്ട, എന്റെ കൂടെ വന്നാൽ മാത്രം മതി. പണമില്ലാത്തവൻ പിണം പോലെയാ. അവനൊരു വിലയും ഉണ്ടാവില്ല. പണം തന്നെയാണ് എല്ലാം. കോടീശ്വരന് മുമ്പിൽ ആളുകൾ കൈകൂപ്പും. പക്ഷെ അയാൾ എങ്ങനെ കോടീശ്വരനായെന്ന് ആരും ചോദിക്കാറില്ല. ഇല്ലെങ്കിൽ പണം കൊടുക്കാൻ സാധിക്കില്ലെന്ന് കുടുംബത്തോടെ സൂസൈഡ് ചെയ്ത് തിങ്കളാഴ്ച നേരം വിളിക്കുമ്പോ ഒരൊറ്റ വാക്കിൽ എല്ലാം അങ്ങ് തീരും. ഞാൻ ജീവിക്കാൻ പാടില്ല. ഞാൻ കാരണമല്ല എല്ലാം സംഭവിച്ചത്. ഞാൻ പോയതോടെ എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ. കാശ് കിട്ടുമല്ലോ മുരുക. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം ശരിയാവുന്ന എന്റെ വിശ്വാസം. നീ ഒന്നും ചെയ്യണ്ട, ചുമ്മാ വെറുതെ എന്റെ കൂടെ വന്നാ മതി. ഹലോ സാർ, ഞാൻ വരാം സാർ, ഞാൻ വരാം.
എനിക്ക് കാശ് വേണം സാർ. എനിക്ക് എങ്ങനെയെങ്കിലും ആ കാശ് വേണം. ഓക്കെ നീ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ലോഡ്ജിലെ റിസപ്ഷനിൽ നീ ധരിക്കേണ്ട ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അത് ധരിച്ചുകൊണ്ട് ബാങ്കിന് മുമ്പിൽ നാളെ വന്ന് നിൽക്കണം. ഓക്കെ? Token number 1, counter number 1, token number 9, counter number 9. Counter number 1, token number 9, counter number 9. Token number 2, counter number 7, token number 6, counter number 2. നിനക്ക് ലോഡ്ജിൽ നിന്ന് ഇവിടം വരെ വരാൻ ഇത്ര നേരോ? നമുക്ക് സമയമില്ലെന്ന്. കമോൺ ക്വിക്ക്. സാർ അടുത്തെത്തി. പക്ഷേ എന്താ പറയാനുള്ളത്? അല്ല സാർ, എന്റെ ലവർ, സോറി, ഞാൻ പ്രേമിച്ച പെണ്ണ് അവളുടെ ഭർത്താവിന്റെ കൂടെ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അവള് പോയി കഴിഞ്ഞ് അവള് ഭർത്താവിന്റെ കൂടെ അല്ലേ വന്നിരിക്കുന്നത്? പിന്നെ എന്തുവാടാ പ്രേമം എന്നൊക്കെ പറഞ്ഞ്? മറ്റൊരുത്തന്റെ ഭാര്യയാണ് അവൾ. വെട്ടുകളയടാ, വേഗം വാ. വന്നിക്ക സാർ. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ബാങ്കിൽ നിന്നും 10 മീറ്റർ ദൂരത്തിൽ ഒരു പെജോറോ നിൽക്കുന്നത് കണ്ടോ? കണ്ടു സാർ. നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ കാഷ്വൽ ആയിട്ട് നിന്റെ സ്വന്തം കാറിൽ കയറിയിരിക്കുന്നത് പോലെ കാറിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്ന് കയറണം. മനസ്സിലായോ? ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. സുമി, ലോൺ കിട്ടുമല്ലോ? മാനേജർ അറിയുന്ന ആളായത് കൊണ്ട് വേഗം തന്നെ ലോൺ കിട്ടും. Sitting on chrome, cruising down the streets. Money in my trunk, gold in my teeth. Sitting on chrome, cruising down the streets. Money in my trunk, gold in my teeth. Get down! എല്ലാരും ഇങ്ങോട്ട് വാങ്ങിക്കോ. ഫോൺ വാങ്ങിക്കോ അവരുടെ അടുത്ത് നിന്ന്. വേഗം ആട്ടെ. വേഗം വേഗം. ക്വിക്ക്. വാങ്ങിക്കോ. പറ, ലോക്കർ എവിടെയാണ്? പറയാൻ. ലോക്കർ റൂം എവിടെയാ? നീ പറയുന്നോ ഇല്ലയോ? വേഗമാകട്ടെ. എവിടെയാ ലോക്കർ കീ? എവിടെയാ? വേഗം പറയാൻ. പറയില്ല? ആരെങ്കിലും ഒന്ന് അനങ്ങിയാൽ പിന്നെ അത്രേ ഉള്ളൂ. ആരും അടുത്തേക്ക് വരരുത്. വേഗം വാ.
വേഗോട്ടെ വാ വരാൻ. വാടി ഇവിടെ. സാർ പണം കൂട്ടിക്കിടക്കാണ് സാർ. വേഗം അതെടുത്തോണ്ട് വാ വരാൻ. സാർ പോകരുത് സാർ. വേഗം പോയി വണ്ടി എടുക്ക. ഓ ആരെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്താൽ ഇവളുടെ തല തെറിക്കും. വേണ്ട. No, he's having a gun with him. വണ്ടി എടുക്ക വേഗം. പെട്ടെന്ന് വാടോ. പോ
സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. മുരുക 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 നിക്ക.
വാ രാമരത്നം. എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? ബാങ്ക് പുയോൺ തൊട്ട് മാനേജർ വരെ എല്ലാവരോടും ചോദിച്ചു നോക്കി. അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. ആട്ടെ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താ? സാറേ, ഞാൻ എക്സ്പോർട്ട് കമ്പനി നടത്തുക. എനിക്ക് കീഴിൽ 1000 പേര് ജോലി എടുക്കുന്നുണ്ട്. അവരുടെ ശമ്പളം എടുക്കാനാ ബാങ്കിൽ പോയത്. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. എടാ, നീ ആരാണ്? എന്റെ കമ്പനിയിൽ ഒരു ജീവനക്കാരനാണ് സാർ. ചോദിച്ചാൽ നീയാണല്ലോ മറുപടി പറയണേ. ഇവനെന്താ ഊമയാണോ? ദാ ഇങ്ങോട്ട് വാ. ആട്ടെ, നിന്റെ പേരെന്താണ്? സുബ്രഹ്മണ്യൻ. എന്താ നിന്റെ ജോലി? സാറിനോടൊപ്പം ജോലി ചെയ്യാ. സാർ എവിടേക്ക് പോകുന്നുണ്ടോ അദ്ദേഹത്തിനോടൊപ്പം ഞാനുണ്ടാവും. അവരോടൊപ്പം ഉണ്ടാവും. ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടെ ആൾക്കാരും കൂട്ടി നീ ബാങ്കിനെ കൊള്ളയടിച്ചു അല്ലേ? നിന്റെ ഷെയർ എത്രയാ? സാർ, സൂക്ഷിച്ച് സംസാരിക്കണം. അടിക്കല്ലേ സാർ? 10 വർഷമായിട്ട് എന്റെ കൂടെ ഉള്ള സാർ. എന്റെ വിശ്വസ്തനാ. അന്ന് എന്നെ രക്ഷിച്ചത് ഇവനാ സാർ. നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. പോലീസ് അങ്ങനെയാണ്. എവിടെ വേണമെങ്കിൽ വിളിക്കും, എങ്ങനെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? പോടാ. മാഡം, സിം കാർഡ് ഉണ്ടോ? ഉണ്ടല്ലോ. ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫോട്ടോ ഉണ്ട്. ID പ്രൂഫിന് എന്താ വേണ്ടേ? എന്താ ID പ്രൂഫ് ആയത്? റേഷൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട്. ഓ, അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലേ? ഇതൊക്കെ മതി. ഡൽഹി വരേക്ക് സംസാരിക്കാം. എന്റെ ഫോട്ടോ. അല്ല, കാറിന്റെ ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ. നന്നായിട്ട് ഓടിക്കാനൊക്കെ അറിയാം. ഓ, നന്നായി ഓടിക്കും മാഡം. ഓക്കെ. ദേ, ഇവിടെ സൈൻ ചെയ്. ഇതിന്ന് ഒരു നമ്പർ അങ്ങ് സെലക്ട് ചെയ്തോ. ഈ നമ്പർ മതി മാഡം. ഓക്കെ. ഇതാ. താങ്ക് യു മാഡം. ശരി. ഏയ്, മര്യാദയ്ക്ക് മറുപടി പറഞ്ഞോ. അന്ന് ബാങ്കിലേക്ക് വന്നത് ആരാണ്? പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയണമെന്നില്ല. സത്യം പറയടി. ഞാൻ പറയുന്നത് സത്യമാണ് സർ. അവരാരാന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് നിന്റെ ബാഗല്ലേ? അതെ സർ. ഇതിനകത്ത് ഇത്രയും കാശ് എങ്ങനെ വന്നു? ഇത് നിന്റെ കമ്മീഷനോ അതോ അഡ്വാൻസോ? എന്റെ ബാഗിൽ എങ്ങനെ പൈസ വന്നു എനിക്ക് അറിയില്ല സർ. മറുപടി പറയാതെ നീ എന്നെ പൊട്ട കളിപ്പിക്കാൻ. അവർക്കും നിനക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടുപേരിൽ ആരാ നിന്റെ കാമുകൻ? അതോ മാധവി? ഓക്കെ സർ. സത്യം പറയണേ. സത്യം പറയാനാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞേ, അവര് രണ്ടുപേരും എവിടെയാണുള്ളത്? പറയണേ പറഞ്ഞേ. അറിയില്ല. ഇപ്പൊ നിന്നെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. നീ പറയുന്നുണ്ടോ അല്ലേ?
പോലീസോ? ഇതാ ഞാൻ വിളിക്കാം സർ. മുരുക, പോലീസ് വന്നിട്ടുണ്ടടാ. നീ അകത്ത് എന്തായി ചെയ്യണേ? എത്ര നേരം അവര് കാത്തു നിൽക്കുന്നു? എസ് മുരുകൻ നിങ്ങളല്ലേ? അതെ സർ. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നില്ലേ? സൈൻ വാങ്ങിക്കടോ. ഒപ്പിട്ട് കൊടുക്കും മുരുക. ഉടൻ തന്നെ പാസ്പോർട്ട് വരും കേട്ടല്ലോ. ശരി, ഞങ്ങൾ വരട്ടെ. ആയിക്കോട്ടെ സർ. സലാം അലൈക്കും സലീം ഭായ്. മാലേക്കും സലാം. സുഖമാണോ ശാന്താറാം ജി? ഒരുപാട് ദിവസമായല്ലോ ആളെ കണ്ടിട്ട്. ബിസിനസ്സിൽ കുറച്ച് ബിസി ആയിപ്പോയി ഞാൻ. ഉടൻ തന്നെ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. മുമ്പ് പോലൊന്നും അല്ല ജി. പോലീസുകാർ എപ്പോഴും റൗണ്ടിൽ തന്നെയാ. അത് പോട്ടെ, ഫോറിൻ ആണോ ലോക്കലാണോ? ഫോറിനും ഉണ്ട് ലോക്കലും ഉണ്ട്. ആഹാ, ഓക്കെ. 5% കമ്മീഷൻ വേണം കേട്ടോ. അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഭായ്? ശരി ശരി, ഞാൻ നോക്കിക്കോളാം. നമ്മുടെ കോഡ് വേർഡ് ലാൻഡ്, അവരുടെ കോഡ് വേർഡ് സാൻഡ്. പാർട്ടിയോട് ശരിക്കും പറഞ്ഞേക്കണേ. ഓക്കേ, നല്ല റൈമിംഗ്. ലാൻഡ് സാൻഡ്. അത് തന്നെ. പണത്തിന് മേൽ പരുന്തുമില്ല, അമുരുകനും ഇത് അറിയാമെടാ. ഹലോ മുരുക. സാർ, ഇപ്പൊ നീ എവിടെ ഉണ്ട്? വീട്ടിലല്ലേ? അതെ സാർ. പണം തരത്തില്ലെന്ന് വിചാരിച്ചോ? തെറ്റ് ചെയ്യുന്നവനെല്ലാം ചതിയനല്ല മുരുക. കുറച്ചു നേരത്തിനുള്ളിൽ നിനക്ക് പണം കിട്ടും. വീട്ടിൽ തന്നെ ഇരിക്കണേ, പുറത്തേക്കെങ്ങും പോരുത്. എനിക്ക് വളരെ പേടിയാവുന്നു സാർ. ഭയന്നാൽ ബുദ്ധി പ്രവർത്തിക്കില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിരിക്കണം. ചെറുതായിട്ടൊന്ന് ഭയന്നാൽ മതി. ആ ഭയം കാരണം തന്നെ നമ്മൾ പിടിക്കപ്പെടും. സാർ, ആദ്യം കാശ് കിട്ടാതിരിക്കുമായിരുന്നു എന്നായിരുന്നു പേടി. ഇപ്പോ കാശ് കിട്ടുന്നതിനെ കുറിച്ചാണ് പേടി സാർ. ഹേ, നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ? എനിക്ക് ആ കാശ് വേണ്ട സാർ. ഫീഡ കൗൺസിലർ തന്നെ വിറ്റ് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം സാർ. നല്ല ഐഡിയ തന്നെ. ആ കൗൺസിലറിന് വീട് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യും? എനിക്ക് ആ പണം വേണ്ട സാർ, പ്ലീസ്. നിനക്കത് വേണ്ടെങ്കിലും എന്തിന് ഞാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് വരേണ്ട കാശ് നിനക്ക് തന്നെ വന്നു ചേരും. ഇനി അത് നീ വാങ്ങിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അകത്താവും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. പണം കൊണ്ട് തരുന്ന ആളുകൾ ഒന്നും ചോദിക്കില്ല. നിന്റെ അടുത്ത് അവര് കുചേലൻ എന്ന് പറയും. നീ അതിന് മറുപടിയായി കുബേരൻ എന്ന് പറയണം. നീ കുബേരൻ എന്ന് പറഞ്ഞ അടുത്ത നിമിഷം മുതൽ നിനക്ക് കുബേര രാശിയാണ്. 1 കോടി രൂപ നിനക്ക് തന്നിട്ട് പോവും. സാർ, അവര് നിന്റെ വീടിന് മുമ്പിൽ വന്നിട്ടുണ്ടാവണമല്ലോ. അവരുടെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ചതിന് ശേഷം നിനക്കത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. സാർ, എനിക്കത്. ഹലോ ഹലോ സാർ, സാർ, ഹലോ. കുചേലൻ, കുചേലൻ. കുബേരൻ. ആരാ മോനെ അത്? ഫ്രണ്ടാണമ്മേ. എന്നാ ചായ കുടിച്ചിട്ട് പോവാൻ പറയൂ. അല്ല അമ്മേ, പെട്ടെന്ന് എവിടെ പോണെന്ന് പറയുന്നുണ്ട്. എന്നാ ആയിക്കോട്ടെ.
അവിടെ ഉള്ളവരോടും ഞാൻ അന്വേഷിച്ചു, കാശ് എടുക്കാൻ വന്നവരോടും ഞാൻ ചോദിച്ചു. നീ അറിഞ്ഞുകൊണ്ട് തന്നെയാ റോബറി നടന്നിരിക്കുന്നത്. പറയടേ, അവന്മാരെവിടെ? കോൺസ്റ്റബിൾ, പെട്ടെന്ന് വായോ. മിസ്റ്റർ രാമചന്ദ്രൻ, ഈ കേസിന്റെ കാര്യം എന്തായി? സർ, എല്ലാ എൻക്വയറിയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ പെണ്ണൊരു അക്ഷരം മിണ്ടുന്നില്ല. പെട്ടെന്ന് ബോധം കെട്ട് വീഴാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എനിക്കറിയാം മിസ്റ്റർ രാമചന്ദ്രൻ, AC പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് നേരിട്ട് വരാൻ പറഞ്ഞത്. കേസ് വളരെ സെൻസിറ്റീവ് ആണ്, അറിയാലോ. ഒരു തെളിവുകളും ഇല്ലാതെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ടോർച്ചർ ചെയ്യുന്നു എന്നാണ് പത്രക്കാർ എഴുതിയിരിക്കുന്നത്, അറിയാലോ. ടോർച്ചർ ചെയ്തു എന്ന് എങ്ങനെ സർ പറയാ? പെണ്ണിന്റെ ബാഗിൽ നിന്ന് കാശ് കിട്ടിയിട്ടുണ്ട് സർ. അത് വെച്ചാണ് ഞങ്ങൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് മിസ്റ്റർ രാമചന്ദ്രൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഈ പത്രക്കാർ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇന്നാ നോക്ക്, നിങ്ങൾ തന്നെ വായിക്കും. ഗുഡ് മോർണിംഗ് സർ. ഈവനിങ് പാർട്ടി അല്ലേ, ഒരിക്കലും ഞാൻ മിസ് ചെയ്യില്ല. ഞാൻ അവിടെ ഉണ്ടാവും. സർ ഗുഡ് മോർണിംഗ്. പത്രക്കാര് മാത്രമല്ല,
മഹിളാ സമാജം, പ്രസിഡന്റ്, ഗവർണർ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, മനുഷ്യ അവകാശ കമ്മീഷൻ, ഇങ്ങനെ എല്ലാരും ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോം സെക്രട്ടറിയും ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഇതിനൊക്കെ ഉത്തരം ആരാണ് പറയേണ്ടത്? നിങ്ങളല്ല, ഞാനാണ്. സർ, എനിവേ, ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നല്ലോ. നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സർ. Yeah. Sir, CBI officer has come to meet you, sir. Send them in. Okay, sir. May I come in, sir? Welcome. You must be Mr. Sethu. Yes, sir. Please be seated. Thank you, sir. Yes, tell me. ടെക്സോ ബാങ്ക് റോബറി സംബന്ധിച്ച് എൻക്വയറി ചെയ്യാൻ എന്നെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. I already got the information. And this is the case file. You can go through it. Thank you, sir. ആ പെണ്ണ് പെടയുള്ളത് ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട് സർ. വാട്ട് മിസ്റ്റർ സേതു, നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കാണണോ? നോ നോ, നോട്ട് നെസസറി. മാസ്റ്റർ, നാളെ അനീതനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് ടു ഫോളോ ഫ്രം ദേർ. ഓക്കേ സർ. വിദ്യ, കം ഹിയർ. നിങ്ങളിപ്പോ ചെയ്യേണ്ട പണി ഇവിടെ നേരെ ബാങ്കിലേക്ക് പോകണം. ഏത് ബാങ്കാണ് സർ? ഏത് ബാങ്കിൽ റോബറി നടന്നോ ആ ബാങ്കിലേക്കാ പോകാൻ പറഞ്ഞത്. ടേക്ക് ഫ്യൂ ഫോട്ടോഗ്രാഫ്സ് ഫ്രം ദേർ. ഫോട്ടോയോ? എന്തിനാണ്? ജസ്റ്റ് ഡു വാട്ട് ഐ സേ. ഹായ്. ഹായ് മുരുകൻ സർ. അഞ്ജലി ചെക്ക് കേസില് നിങ്ങൾ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത DD പറഞ്ഞു. നിങ്ങൾ ജോയിൻ ചെയ്തോണ്ട് ഇത്ര നല്ല പേരാണല്ലോ കിട്ടിയിരിക്കുന്നത്. എനിവേ കൺഗ്രാറ്റ്സ്. താങ്ക്യൂ. താങ്ക്സ് എ ലോട്ട്. റോക്ക് ടിവിയുടെ പ്രധാന വാർത്തകൾ. ചെന്നൈയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ബാങ്ക് കൊള്ളയെ സംബന്ധിച്ച് അറസ്റ്റിലായ ബാങ്ക് കാഷ്യർ അനിതയെ ഇന്നു കോടതി ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടു. ഈ കേസ് വിചാരണ അവസാനിക്കുന്നത് വരെ അനിത നാട് വിട്ടോ വിദേശങ്ങളിലേക്കോ പോകരുതെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കേസ് CBIക്ക് കൈമാറിയിരിക്കുന്നു. ഹലോ. ഹലോ, ഞങ്ങൾ റോക്ക് TV നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അനിതയല്ലേ? ഈ നമ്പർ എങ്ങനെയാ കിട്ടിയത്? അത് ഞങ്ങളുടെ ടിവിയുടെ പേര് പറഞ്ഞ് പോലീസിനടുത്ത് വാങ്ങിച്ചതാ. ഞങ്ങളുടെ ചാനലിൽ സത്യമേ ജയം എന്നൊരു ഷോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളടുത്ത് നിന്നൊരു ഇന്റർവ്യൂ വേണം. അതുകൊണ്ടാണ് ഫോൺ ചെയ്തത്. എൻ്റെ പേര് മുരുകൻ. ഒരു ഇന്റർവ്യൂവും വേണ്ട. ഇങ്ങനെ ചേരി തെറിച്ച മുഖം വീണ്ടും വീണ്ടും കാണിക്കുന്നല്ലോ. മതി, നിങ്ങൾ എന്നെ TV കാണിച്ചതൊക്കെ മതി. പ്ലീസ്. സർ, വി ആർ ഫ്രം CBI. പറയണം സർ. ആട്ടെ, ഇപ്പൊ 2 പെൺകുട്ടികൾ വന്നിരുന്നല്ലോ. അതെ സർ. എന്തിനാ വന്നത്? ജോലി അന്വേഷിച്ചു വന്നാ സർ. അതിൽ ഒരു പെൺകുട്ടി ബാങ്ക് റോബറിയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണോ എന്ന് സംശയമുണ്ട് സർ. അതുകൊണ്ടാണ് ആരുടെ അടുത്തെങ്കിലും ഇൻട്രോ ലെറ്റർ കൊണ്ടുവരാൻ പറഞ്ഞത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സർ? നോ. ഓക്കെ, താങ്ക് യു. ഹലോ സർ, ജോലിക്കാണ് ട്രൈ ചെയ്തത്. ജോലിക്കോ? സംതിങ് റോങ് സർ. ഇത്രയും തിരക്കുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ അവളെ കാണാൻ വരുന്നവരെ ആരും സംശയിക്കില്ല. സോ ക്ലോസ്ലി വാച്ച് ഹർ. ഓക്കെ സർ.
അതിന് എന്താണ്? ഹേയ്, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഹലോ, നിങ്ങൾ അനിതയല്ലേ? ഞാനന്ന് റോക്ക് ടി വിന്ന് സംസാരിച്ചില്ലേ, മുരുകൻ? ഞാൻ നിങ്ങളോട് പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നത്? വീണ്ടും ഞാനൊരു കള്ളിയാന്ന് നിങ്ങളുടെ ചാനലിൽ കാണിക്കാനാണ്. അല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് കാണിക്കാനാണ് ഞങ്ങളുടെ സത്യമേ ജയം പ്രോഗ്രാം. എന്തൊക്കെയായാലും വേണ്ട, വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. വാ പോവാ. ഹലോ ഹലോ അനിത, പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ് സർ, ഹോം സെക്രട്ടറിയുടെ അടുത്തുനിന്ന് മെയിൽ വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി ഒന്ന് ഹറിയപ്പാക്കണമെന്ന് പറഞ്ഞു സർ. നമ്മുടെ സിറ്റിയിൽ തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് 3 സ്ഥലങ്ങളിൽ ബാങ്ക് റോബറി നടന്നിട്ടുണ്ട് സർ. ഓരോ ബാങ്കിലും കോടികളാണ് നഷ്ടമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ആർക്കും ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല സർ. പോലീസ് എൻക്വയറിയിലും ഇതുവരെ ഒരു എവിഡൻസും കിട്ടിയില്ല. നമ്മൾ ഇനിയിപ്പോൾ എന്താണ് സർ ചെയ്യേണ്ടത്? നമ്മൾ ട്രേസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കൊള്ളക്കാർക്ക് ഇന്റർനാഷണൽ ലെവലിൽ ലിങ്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു സർ. ഒരു പക്ഷേ അവര് ഇന്ത്യൻ റോബിൻ ഹുഡ് ആയിരിക്കുമോ? പോലീസിനെ വെള്ളം കുടിപ്പിച്ചവര് തന്നെ ഇപ്പൊ നമ്മളെ വെള്ളം കുടിപ്പിക്കുന്നു സർ. കേസ് നമ്മൾ അണ്ടർടേക്ക് ചെയ്ത് 1 മാസത്തിനകത്ത് പ്രഷർ വരാൻ തുടങ്ങി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയണ്ട. സോറി സർ. യു കെൻ ഗോ നൗ. ഓക്കേ സർ. അനിത, നീയും മഞ്ജുവും ജോബിന്റെ കാര്യത്തിന് വേണ്ടി പോയല്ലോ, എന്തായി? ജോബ് ഉടനെ തന്നെ കിട്ടുമോ? ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വരാൻ പറഞ്ഞിരിക്കാം. അനിത, എന്റെ ഹസ്ബൻഡ് രാവിലെ വിളിച്ചിരുന്നു. ആഹാ, എന്താ കാര്യം? നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സിസ്റ്റർ മാരേജിന് ഓഗസ്റ്റിലേ വരത്തുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്തടി? അല്ല, എനിക്കും അതിന് താല്പര്യമില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അനിത നീ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ എന്താ പറഞ്ഞത്? മോഷണ കേസ് കുടുങ്ങിയുള്ള വീട്ടിൽ നിർത്തുമ്പോ അയൽവാസികൾ എന്തെങ്കിലും പറയും. അതുകൊണ്ട് നിന്നെ ഹോസ്റ്റലിലേക്ക് മാറ്റാനാ പറഞ്ഞത്. ഞാനാണെങ്കിൽ നാളെ നാട്ടിൽ പോവാ. നിനക്ക് ഏതെങ്കിലും പരിചയമുള്ള ഹോസ്റ്റലുണ്ടെങ്കിൽ നീ തന്നെ ട്രൈ ചെയ്തോടെ. ഒരു മിനിറ്റ് ചേച്ചി, ഇപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് കൊടുക്കാം. അമ്മേ, ചേച്ചിയാ ഫോണില്. അവൾ എന്തിനാണ് വിളിക്കുന്നത്? അവളല്ലേ ഞാൻ പടിയടിച്ച് പിണ്ടം വെച്ചത്. ആരുടെയൊക്കെയോ വാക്ക് കേട്ട് കാശിനെ ആർത്തി പിടിച്ച് നമ്മുടെ കുടുംബത്തിന്റെ മാനം തന്നെ കളഞ്ഞു. ഞാൻ ചത്താൽ എന്റെ ശവം പോലെ കാണരുതെന്ന് പറഞ്ഞേക്കാൻ വരുന്നത്. അമ്മ എന്തിനാ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നേ? ആര് ചെയ്ത് തെറ്റിനാ ചേച്ചി കുടുങ്ങിയതാ? അവിടെ ചേർന്ന് മോഷ്ടിച്ചെന്നല്ലേ എല്ലാരും പറയുന്നത്. പോലീസുകാരും അവള് പിടിച്ചു വെച്ചിരുന്നു. തീയില്ലത് പുകയില്ല. നീ പോയി നിന്റെ ജോലി നോക്ക്. പോ. ലക്ഷ്മി, യു ഓക്കേ? ഓക്കേ സർ. സ്റ്റാർ അവരെ നന്നായി സൂം ചെയ്തേക്കേ. നമസ്കാരം. റോക്ക് ടിവിയുടെ സത്യമേവ ജയം എന്ന പരിപാടിയിലേക്ക് ഏവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നു മിസ് ശാന്തി. സ്വന്തം സഹോദരി ഭർത്താവിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്ന ശാന്തിക്ക് തന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ഇപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ കൊലപാതകയായി നിൽക്കുന്നു ശാന്തി. പറഞ്ഞോളൂ ശാന്തി. അതെ, പറയുന്നേക്ക്, കരയരുത്. നിങ്ങളുടെ പ്രോബ്ലം എന്താണെങ്കിലും ഞങ്ങളോട് പറയൂ. ഈ സത്യമേ ജയം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ന്യായം കിട്ടും. ഓക്കെ, ഗുഡ്. നേരെ ടേക്ക് വയ്ക്കും. നീ എടുത്തോണ്ടിരിക്കും, ഞാൻ പോരാ. ശരി. ഹലോ ഹലോ, ഞാൻ അനിതയാണ്. എനിക്ക് നിങ്ങളൊന്ന് കാണണമായിരുന്നു. ഒന്ന് വരാൻ പറ്റുമോ? എവിടെ? കോമൾ അപ്പാർട്ട്മെന്റ്സ്, പാലാരിവട്ടം. ശരി, ഹാഫ് ആൻ അവർ ഞാൻ അവിടെ വരാം. ഇനി എന്തിനാ വരാൻ പറഞ്ഞ? എനിക്ക് താമസിക്കാൻ ഒരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ?
എനിക്കറിയുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്, അവിടെ റെഡിയാക്കി തരാം. സർ, കോമള അപ്പാർട്ട്മെന്റിൽ നിന്നും റോക്ക് ടിവിയിലെ മുരുകനും അനിതയും ഒരുമിച്ച് പോകുന്നത് കണ്ടു സർ. കോമള അപ്പാർട്ട്മെന്റ്സ് ഏത് ഏരിയയിലാണ്? പാലാരിവട്ടത്താണ് സർ. ഓക്കെ, പാലാരിവട്ടം. എന്താ പറ്റി? പഞ്ചറായി. ബാഡ് ലക്ക്. നിങ്ങൾ വരൂ. നമുക്ക് ലക്ക് ഉണ്ടെങ്കിലല്ലേ അത് ഗുഡ് ലക്ക് ആണോ ബാഡ് ലക്ക് ആണോ എന്ന് പറയാൻ പറ്റൂ. എന്നെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. നിങ്ങളൊപ്പം ഞാൻ വരുന്ന കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. എന്തിനാ? ഒന്നുമില്ല. ടിവിയിൽ എന്നെ കണ്ട ആൾക്കാര് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വേറെ ബാങ്ക് കൊള്ളടിക്കാൻ പോകുന്നെന്ന് വിചാരിക്കരുതല്ലോ. എന്തിനാ അനിത ഇങ്ങനെയൊക്കെ പറയുന്നത്? പോലീസുകാര് എന്നെ സംശയിച്ചു. എന്നെ പെറ്റ അമ്മയും സഹോദരി പോലും എന്നെ വിശ്വസിച്ചില്ല. 10 കൊല്ലായിട്ട് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരി പോലും എന്നെ സംശയിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് വേറെ മാർഗമില്ലാതെയാ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവുന്ന നിങ്ങളൊരു വാക്ക് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അനിത, ഇപ്പോഴൊന്നല്ല, നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം വന്നാലും ഏത് സമയത്ത് എന്നെ വിളിക്കാം. ഓക്കെ അല്ലേ? എന്നാ വാ പോ. Thank you. ഗുഡ് മോർണിംഗ് സർ. ഹായ്. എനി ന്യൂസ്? സർ, റോക്ക് ടിവിയിലെ മുരുകൻ ഇന്നലെ അനിതേനെ ലേഡീസ് ഹോസ്റ്റലിൽ ആക്കിയിരിക്കുകയാണ് സർ. അതുമാത്രമല്ല സർ, ആ ഹോസ്റ്റലിനുള്ള അഡ്വാൻസും അവൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുരുകൻ എന്തിനാ അനിതനെ സഹായിക്കണേ? സർ, മുരുകന്റെ ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് സർ. അദ്ദേഹം കുന്നംകുളത്ത് ഒരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അനുഭവം കൊണ്ടാണ് സിറ്റിയിൽ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നത്. വിദ്യ, അനിതനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ മുരുകനെ കുറിച്ച് പറയുന്നു. അവന്റെ ഹിസ്റ്ററി നമുക്കെന്തിനാ? അയാളെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് സർ. വാട്ട് ഡൗട്ട്? മുരുകൻ അനിതയെ ഇന്റർവ്യൂ എടുക്കുന്ന പേരില് പ്രേമിക്കാന്നാ തോന്നുന്നത്. അവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ട് ആവും തോന്നുന്നു. കെമിസ്ട്രി ഫിസിക്സ് ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മുടെ ജോലി മര്യാദയ്ക്ക് ചെയ്താൽ മതി. യെസ് സർ. യെസ് ബൈ സർ.
എന്തു പറ്റി? നമുക്ക് ഇവിടുന്ന് പോവാം. ആരാത്? പറയാം. ആരാന്ന് ചോദിക്കുന്നില്ല അനിത. അനിത, ഞാൻ നിങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? പോലീസ് എൻക്വയറി കഴിഞ്ഞ ഒരു പ്രശ്നവും ഇല്ലാന്ന് തെളിവായ ശേഷം എന്നെ അന്വേഷിച്ചു വന്നിരിക്കുകയാണോ? പോലീസ് എന്നെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് എവിടെയായിരുന്നു? അനിത, എന്റെ സാഹചര്യം മനസ്സിലാക്കാതെ. അറിയാം. മേരി നിന്നെ കണ്ടപ്പോ നീ അവളോട് എന്താ പറഞ്ഞെന്ന് എനിക്കറിയാം. പോലീസ് കേസ് ഇല്ലാതെയായാൽ പ്രണയം റിന്യൂവൽ ചെയ്യാമെന്ന് പറഞ്ഞവനല്ലേ നീ? ഇപ്പൊ റിന്യൂവൽ ചെയ്യാൻ വന്നിരിക്കുകയാണോ? ഇത് മുരുകൻ. ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്റെ പ്രശ്നങ്ങൾ, സത്യാവസ്ഥ എല്ലാം അറിയുന്ന ആള്. ഇന്ന് മുതൽ നീ എല്ലാം മറന്നേക്ക. നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് അറപ്പാണ്. അതുകൊണ്ട് ഇനി എന്നെ അന്വേഷിച്ചു വരണ്ട, പ്ലീസ്. എക്സ്ക്യൂസ് മീ സർ. സർ, CBI ഓഫീസർ സേതു സാറെ കാണാൻ വന്നതാണ്. അദ്ദേഹം ഇവിടെയാണ് വരാൻ പറഞ്ഞത്. യെസ്, ഐ എം സേതു. ഞാനാ വരാൻ പറഞ്ഞത്. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. എനിക്ക് ഒരു കാര്യം അറിയില്ല സർ. ഇദ്ദേഹം ആയനോ റോക്ക് ടിവിയിൽ ജോലി ചെയ്യുന്ന മുരുകൻ. ഇയാളാ നിങ്ങളെ വിവാഹം കഴിക്കാൻ പോണല്ലേ? അതെ സർ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, അത് പറയാനാ ഞാൻ വിളിച്ചത്. ഈ കേസിൽ നിന്നും നിങ്ങളുടെ പേര് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞു. കുറ്റപത്രത്തിലും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആ ബാങ്കിൽ വീണ്ടും ജോയിൻ ചെയ്യാം. വളരെ താങ്ക്സ് സർ. ദൈവം തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ പോലെയുണ്ട്. വളരെ നന്ദിയുണ്ട് സാർ. ഒരു മിനിറ്റ്, പോയി സംസാരിച്ചോളൂ. ഹലോ. ഹലോ മുരുക. പറയൂ സാർ. എന്താ മുരുക ഇത്? നമ്പർ മറന്നിട്ടുണ്ടാവാം, പക്ഷെ എന്റെ ശബ്ദം മറക്കുവോ? നിങ്ങൾ ആരാ സാർ? ഞാനാണ് ശാന്താറാം. സാർ, നിങ്ങളെങ്ങനെ? ഫോൺ നമ്പർ മാറ്റിയാൽ നിന്നെ ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? നിന്റെ ഫ്രണ്ട് ആ ഓട്ടോ ഡ്രൈവർ ഇല്ലേ, അവനാണ് നമ്പർ തന്നത്. അതിരിക്കട്ടെ, ഞാനിപ്പോ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഹെൽപ്പ്. പറയൂ സാർ. ഈ വരുന്ന ശനിയാഴ്ച മറ്റൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. നിന്റെ ഡ്രൈവിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ തന്നെ എന്റെ കൂടെ ഉണ്ടാവണം. ഇല്ല സാർ, എന്നെ വിട്ടേക്ക് സാർ, പ്ലീസ് സാർ. ഒരു പ്രാവശ്യം ചെയ്ത തെറ്റിന് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് സാർ. നിങ്ങൾക്കും എനിക്ക് ഒരു ബന്ധവുമില്ല സാർ. അങ്ങനെയാണ് ഞാനിപ്പോ ജീവിക്കുന്നത് സാർ. പ്ലീസ് സാർ, എന്നെ വിട്ടേക്ക് സാർ. ദയവായി എന്നെ വിട്ടേക്ക് സാർ. എന്നെ കൂടെ സാധിക്കില്ല സാർ. മുരുക, നീ ആള് കുറച്ച് പരുക്കനാണെങ്കിലും ഈ ജോലിയിൽ നീയാണ് സമർത്ഥനെന്ന് നിനക്കറിയില്ലേ? സാർ, ഇല്ല സാർ. ഹേയ്, റിലാക്സ്. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഏത് സമയത്ത് ഏത് സ്ഥലത്തെന്ന് ഞാൻ പറയാം. എന്ത് പറ്റി മുരുകൻ? എനിത്തിങ് റോങ്? ഇല്ല, ഒന്നുമില്ല സാർ. അല്ല, സഡനായി അപ്സെറ്റ് ആയതുപോലെ, അതാ ചോദിച്ചത്. അത് എനിക്ക് അറിയുന്ന ഒരാൾ ആക്സിഡന്റിൽ മരിച്ചുപോയി സാർ. അതാണ്. എവിടെ? എപ്പോ? വിദ്യ. സോറി സർ. കൊച്ചിയിലാണ് സാർ. ഇന്നലെ ആക്സിഡന്റ് ആയി അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. അദ്ദേഹം മരിച്ചുപോയി എന്നാണ് ഫോൺ വന്നത്. അറിഞ്ഞ ഒരാൾ മരിച്ചതിൽ ഇത്രയും അപ്സെറ്റ് ആയാലോ? മുരുകൻ, യു ആർ റിയലി ഗ്രേറ്റ്. അനിത, യു ആർ റിയലി ലക്കി. ബെസ്റ്റ് വിഷസ് ഫോർ ബോത്ത് ഓഫ് യു ഫോർ എ വണ്ടർഫുൾ ലൈഫ്. താങ്ക് യു സർ. വരട്ടെ സാർ. സാർ, ഓട്ടോ? വേണ്ട വേണ്ട, പോയിക്കോ. എന്ത് പറ്റി സാർ? ദേഹത്തിന് സുഖമില്ലേ? വരൂ, അവിടെ പോകാം. സാർ ഇരിക്കൂ. പതുക്കെ പതുക്കെ. സാറേ, ഹോസ്പിറ്റലിലേക്ക് എവിടേക്കും പോണോ? അതൊന്നും വേണ്ട, നിങ്ങൾ എന്നെ റോക്ക് ടിവിയിൽ വിട്ടാൽ മതി. മതിയോ സാർ? ഓക്കെ സാർ.
എത്രയായി? 40 റുപ്യ സർ. ചില്ലറ ഇല്ലേ സർ? ബാക്കി വെച്ചോളൂ. താങ്ക് യു സർ. സർ, അദ്ദേഹം റോക്ക് ടി വിയിൽ അകത്തേക്ക് പോയി. ആണോ? അതെ സർ. സാറ് പറഞ്ഞതുപോലെ അദ്ദേഹം പേഴ്സ് എടുത്ത് കളഞ്ഞു സർ. പേഴ്സ് തിരിച്ചു കൊടുക്കുന്ന പോലെ ആർക്കും സംശയം വരാതെ അവനെ ഫോളോ ചെയ്യണം. ഓക്കെ സർ. എന്താ മുരുക, നിനക്കുള്ള ടെൻഷനൊക്കെ മാറിയോ? നീ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ തന്നില്ലേ? അത് മാത്രമല്ല, ബാങ്കിൽ എന്റെ കൂടെ വന്ന് കൊള്ളയടിച്ചതിന് ഞാൻ നിനക്ക് 1 കോടി രൂപയാണ് തന്നത്. നീ അതൊക്കെ മറന്നുപോയോ? നിന്റെ കഷ്ടകാലത്തിൽ നിന്നെ സഹായിച്ച ആളെ നീ മറക്കരുത്. ഇത്രയും കാലമായിട്ട് നീ സമാധാനമായിട്ട് ജീവിക്കുന്നില്ലേ? നിന്നെ വേണമെങ്കിൽ എനിക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം തൊഴിൽ ധർമ്മം അതല്ല. എന്നെ വിട്ടേക്ക് സർ. നിങ്ങൾ തന്ന ആ കാശ് ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല സർ. ഞാൻ തിരിച്ചു തന്നേക്കാം സർ. എന്നെ വിട്ടേക്ക് സർ, പ്ലീസ് സർ. നോക്ക് മുരുക, വേറെ ആരെയും കിട്ടാത്തോണ്ടല്ല ഞാൻ നിന്നെ വിളിക്കുന്നത്. നിന്റെ ധൈര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടായി. ഇനിയും 1 മണിക്കൂറിനുള്ളിൽ നീ തന്നെ വിളിക്കും. അതല്ലെങ്കിൽ ഹലോ ഹലോ സർ, അബ്ദുള്ള, catch him. Okay sir. Hey! I'm a CBI officer. അനിതനെ ഞങ്ങൾ 6 മാസമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അവളുടെ കൂടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഡൗട്ട് വന്നില്ല. ബട്ട് അന്ന് നിന്നെ അനിതയോടൊപ്പം കണ്ടപ്പോൾ നീ മാറി നിന്ന് ഫോണിൽ സംസാരിച്ച് തിരിച്ചു വന്നപ്പോൾ നിന്നെ ഞാൻ ശ്രദ്ധിച്ചു. നിന്റെ ടെൻഷൻ, നിന്റെ പേടി, അപ്പോഴാണ് എനിക്ക് നിന്റെ പേര് സംശയം തോന്നിയത്. ആരോ അറിഞ്ഞ ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചുപോയെന്ന് നീ പറഞ്ഞു. അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു നോക്കി, ചെക്ക് ചെയ്തു. അതാണ് CBI ബുദ്ധി. നീ പറഞ്ഞതുപോലെ അന്ന് ആക്സിഡൻറ്റിൽ ആരും മരിച്ചിട്ടില്ല. നീ എന്തിനാ എന്നോട് കളവ് പറഞ്ഞത്? ഫോണിൽ എന്താണ് സംസാരിച്ചത്? ആരോടാണ് സംസാരിച്ചത്? 6 മാസമായി അനിതേനെ ഫോളോ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടാത്ത കാര്യം അബ്ദുള്ളോട് നിന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് വിവരം കിട്ടി. മുരുക, അവനെ നിനക്ക് എത്ര കാലമായി അറിയാം? ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഫോൺ ചെയ്തായിരുന്നു. അവനെ നിനക്ക് എങ്ങനെയാ പരിചയം? അറിയില്ല സർ. ഏയ്, മര്യാദയ്ക്ക് പറഞ്ഞോ. സത്യമായിട്ട് എനിക്ക് അറിയില്ല സർ. അവന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശാന്താറാമിന് ഫോൺ ചെയ്യും. ഫോൺ ചെയ്ത് സാറ്റർഡേ ബാങ്ക് റോബറിക്ക് അവനോട് പോണ്ടാവെന്ന് പറ. അയ്യോ സർ, അറിയാതെ ഞാൻ അവന്റെ കൂടെ പോയതാ സർ. അന്നെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഈ കാര്യം അറിഞ്ഞ അവരെ സൂസൈഡ് ചെയ്യും സർ.
അനിതനെ അത്രയധികം വിശ്വസിക്കുന്നുണ്ട് സാർ. ഈ കാര്യം അവൾ അറിഞ്ഞ അവൾക്ക് സഹിക്കാനാവില്ല സാർ. സാർ, അവൻ തന്ന മൊത്തം കാശ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം സാർ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. ഞാൻ പറയുന്ന അനുസരിക്ക്. അവനെ പിടിച്ചാൽ മാത്രമേ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയൂ. എനിക്ക് വേണ്ടത് അവനെയാണ്. നീ ഫോൺ ചെയ്ത് സംസാരിക്കേ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചോ, സംസാരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവരുത്. അവന് സംശയം വരാൻ പാടില്ല. മുരുക, അതിനുള്ളിൽ നീ കാര്യങ്ങൾ തീരുമാനിച്ചു. ഇതാണ് എനിക്ക് നിന്നിൽ വളരെ ഇഷ്ടമായത്. ആലോചിച്ചോ, ഈ ശനിയാഴ്ച തൃപ്പൂണിത്തുറ ബ്രാഞ്ച് വരുമല്ലോ അല്ലേ? വന്നേക്ക് സാർ. ദാറ്റ്സ് ഗുഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവസാന നിമിഷത്തിൽ ടെൻഷൻ ആക്കരുത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്ക് ബാങ്ക് ക്ലോസിംഗ് ടൈം. പങ്ക്ച്വലായിട്ട് എത്തിക്കണം കേട്ടല്ലോ. ഓക്കെ സാർ. മുരുക, കുബേര രാശിയാണ് നിനക്കെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരു പ്രാവശ്യം വന്നതിന് 1 കോടി രൂപ. ഈ പ്രാവശ്യം നിനക്ക് കോടികളാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ബൈ. നീ എവിടെയാണ്? സാർ, ഞാനിന്ന് നേരത്തെ തന്നെ എത്തി. ബാങ്കിന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാനും വന്നു. ബാങ്കിന് മുമ്പ് ഗ്രേ കളർ കാർ. ഞാൻ കാറിനകത്തുണ്ട്. നീ വന്ന് കയറ്. ഓക്കെ സാർ. On the right! Go straight!
വരും. കരയാതെന്നല്ല എന്നോട് പറഞ്ഞേ. അച്ഛൻ വരും മോനെ, കരയല്ലേ കരയല്ലേ മോനെ, കരയല്ലേ മോനെ. അച്ഛൻ വരും മോനെ, കരയല്ലേ. കരയണ്ടടാ കുട്ട, പറയുന്ന കേക്ക്. Hey! Stop! സത്യമൂർത്തി, നീലത് 2010 മാർച്ചിൽ അടയാർ ശാസ്ത്രിനഗർ ബ്രാഞ്ചിൽ നീ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ഇയർ സെയിം മന്ത് നീ റിസൈൻ ചെയ്തു. അതിനുശേഷം അതേ ബാങ്കിൽ നീ കൊള്ളയടിച്ചു. അതിനുശേഷം സിറ്റിയിലുള്ള ഒരുപാട് ബാങ്കുകളിൽ നീ ഇതുപോലെ തന്നെ കാശ് മോഷ്ടിച്ചു. ആൻഡ് യു ആർ കണ്ടിന്യൂയിങ് ടു ഡു സോ. അതിനുവേണ്ടി നീ 6 പിള്ളേരെ യൂസ് ചെയ്തു. സ്പെഷ്യലി എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം. ഇപ്പം അതിൽ 5 പേര് ജീവനോടില്ല. Am I right? അതെ. എന്തിനായിരുന്നു? ഞാൻ കാഷ്യറായിട്ട് ബാങ്കിൽ ജോലി ചെയ്തു. എൻ്റെ കൈകളിലുണ്ട് എത്രയോ ലക്ഷങ്ങൾ ഞാൻ എണ്ണിക്കൊടുത്തു. അപ്പോഴാണ് എനിക്ക് പണത്തിൻ്റെ മേൽ ആഗ്രഹം വന്നത്. ഒരു ദിവസമെങ്കിലും അത്രയും പണം എൻ്റെ പണമായി ചെലവാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അടിച്ചു. അതേ ബാങ്ക് ഞാൻ കൊള്ളയടിച്ചു. അത് ചെലവാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സുഖം എന്താണെന്ന് അറിഞ്ഞത്. അതിനുശേഷം പല ബാങ്കുകളും ഞാൻ കൊള്ളയടിച്ചു. പെണ്ണിൻ്റെ മണമില്ലെങ്കിലും പണത്തിൻ്റെ മണമില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല സർ. അത്രയും ക്യാഷ് മോഷ്ടിച്ച് നീ എവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? സ്വിസ് ബാങ്കിൽ 3 അക്കൗണ്ടിലായി നിക്ഷേപിച്ചിരിക്കുന്നു സർ.
എന്നെ വെറുതെ വിടുവോ? 5 കോടി രൂപ തരാം. അല്ലെങ്കിൽ വേണ്ട, എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിട്ടോളൂ. എങ്ങനെയാണെങ്കിലും ഞാൻ രക്ഷപ്പെടും. 5 കോടിയല്ല, 10 കോടി ചെലവാക്കി ഞാൻ രക്ഷപ്പെടും. എങ്ങനെയാണെങ്കിലും അത് സംഭവിക്കും സാർ. എപ്പോ തരും? ഇപ്പോ 1 മണിക്കൂറിനുള്ളിൽ. ഇവിടെ നിന്ന് അരൂര് വരെ പോയി വരുന്ന സമയം മതി. ഇനി അത് കൂടുതലാണെങ്കിലും 1/2 മണിക്കൂർ മതി. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ. ഞാൻ വരില്ല. നീയും തിരിച്ചു വരണ്ട. എപ്പോ എവിടെയെന്ന് ഞാൻ നിന്നോട് പറയാം. ഇതാ കാർ കീ വെച്ചോളൂ. നിനക്ക് പോകാം. എന്റെ കാർ ചാവിയാണിത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ലെഫ്റ്റ് സൈഡിലാണ് കാർ ഉള്ളത്. ആഷ് കളർ സൂമോ. യു ക്യാൻ ടേക്ക് ദറ്റ് കാർ. മെയിൻ എൻട്രൻസ് വഴി പോകണ്ട, റെയർ ഗേറ്റ് വഴി പോയാൽ മതി. നേരെ വൺ വേയിലാണ് പോവുക. ദാറ്റ്സ് ഓക്കെ. നീ പേടിക്കേണ്ട കാര്യമില്ല. സാർ, നിങ്ങളുടെ കാറാണെങ്കിൽ ആർക്കും സംശയം ഉണ്ടാവില്ല അല്ലേ? അത് കലക്കി സാർ. ഓക്കെ, കീപ് മൂവിങ്. മറിയ, എന്റെ കാറിലാണ് ശാന്തറാം വരുന്നത്. ഷൂട്ട് ഹിം. എന്തിനാ സർ? ഡു ആസ് ഐ സേ. ഷൂട്ട് ഹിം. ഓക്കെ സർ. CBIയിൽ കുടുങ്ങിയ പ്രശസ്ത ബാങ്ക് കൊള്ളക്കാരൻ ശാന്താറാം ഓഫീസറിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെടുമ്പോ എൻകൗണ്ടറിൽ വെടിയേറ്റ് മരിച്ചു. ഹലോ. ഹലോ മുരുക, എന്തുണ്ട് വിശേഷങ്ങൾ? നിങ്ങളാരാ? ഞാൻ ശാന്താറാമാണ്. ശാന്താറാമോ? സർ, നിങ്ങൾ ചത്തില്ലേന്നാണോ ചോദിക്കുന്നത്? എല്ലാവരുടെയും കണ്ണുകളിൽ ഞാൻ ചത്തു, പക്ഷെ നിനക്ക് മാത്രം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് സർ. എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ പറയാം. ഹലോ സർ. ദീപക്, ഞാൻ ശാന്താറാമാണ് സംസാരിക്കുന്നത്. പറയണം സർ. നിന്റെ കഥന കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. നീ ചോദിച്ചത് വെറും 3 ലക്ഷം അല്ലേ? അത് നിനക്ക് ഉടൻ തന്നെ വേണോ? അതെ സർ. ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ തരാം. നിനക്ക് ഡ്രൈവിംഗ് അറിയാലോ അല്ലേ? അറിയാം സർ. നീ ഒരു കാര്യം ചെയ്യണം. അരൂരിനടുത്തുള്ള ഗാന്ധിനഗർ 3rd സ്ട്രീറ്റിൽ ഗ്രേ കളർ സൂമോ നിപ്പുണ്ട്. KL10B 3875. ആ കാറിനുള്ളിൽ
ഒരു ബ്ലാക്ക് കളർ ഫുൾ ഹാൻഡ് ടീഷർട്ട് ഉണ്ട്, അതെടുത്ത് ധരിച്ചോളൂ. നീ വരുന്ന ബൈക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ആ കാർ എടുത്ത് അരൂരിന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് ഫോൺ ചെയ്യണം. ഞാൻ പണം റെഡിയാക്കി വെക്കാം. ഓക്കെ? ഉടനെ പുറപ്പെടാം സർ. എന്റെ നമ്പറിൽ വിളിക്കാനാവില്ല, പക്ഷെ എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എനിക്ക് എപ്പോ വേണമെങ്കിലും നിന്നെ വിളിക്കാം. ഓക്കെ? സാർ സാർ ഞാൻ ഇവിടെ തന്നെയാണുള്ളത്. ആരെയും അന്വേഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, നീ കയറിയിരിക്കെ. അല്ല, സിം കാർഡ് മാറ്റണമെന്ന് പറഞ്ഞില്ലേ, മാറ്റി കഴിഞ്ഞോ? ഇനി മാറ്റിയാൽ എന്ത്, മാറ്റിയില്ലെങ്കിൽ എന്ത്? വിളിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്തായാലും വിളിക്കും.